യെസ്, ഗ്രൂപ്പിൽ ഞാൻ അറ്റൻഡൻസ് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിന് വേഗം ഒന്ന് റിയാക്ഷൻ കിട്ടും. അത് നമുക്ക് ഇപ്പൊ അറ്റൻഡൻസ് ആയിട്ട് കൂട്ടാം കേട്ടോ. വേഗം യെസ്, മാർക്ക് ചെയ്തു എല്ലാവരും. യെസ് യെസ് മക്കളെ, അപ്പൊ നമ്മൾ ഇതാ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് ഇപ്പം ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്, പക്ഷെ പഠിക്കാൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ് നമ്മുടെ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പൊ മക്കളെ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ്, നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. യെസ്, അപ്പൊ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്, സൗണ്ട് വേവ്സിലേക്ക് പോവാണ്. സോ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് മക്കളെ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാനായിട്ടുള്ളത് എന്താണ് ഓസിലേഷൻ അല്ലെങ്കിൽ എന്താണ് ഓസിലേറ്ററി മോഷൻ എന്നുള്ളതാണ്. ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷനെ പറ്റിയിട്ടാണ്. യെസ്, അപ്പം എന്താണ് ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ നോക്ക്. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ in which an object moves to and fro at regular intervals of time about its equilibrium position. എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ നമ്മൾ ഊഞ്ഞാലാടുന്ന ഒരു എക്സാമ്പിൾ എടുക്കുക. ഊഞ്ഞാലാടുന്ന ഒരു എക്സാമ്പിൾ എടുക്കുക. അതെന്താ സംഭവം? ഇതാണ്ട് ഇവിടുന്ന് മുന്നോട്ടേക്ക് പോകുന്നു, പുറകോട്ടേക്ക് വരുന്നു, അങ്ങനെ ഊഞ്ഞാലാടുന്നു. ഇനി നോക്കിയേ, ഈ പുറകിലേക്കുള്ള ഈ ഒരൊറ്റ പൊസിഷൻ നോക്കുവാണെങ്കിൽ ഒരു ഇത്ര സമയം കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ്, ആള് പിന്നെയും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ലേ? വിച്ച് മീൻസ് അങ്ങനെയുള്ള മോഷൻസിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഇത്ര സമയത്തിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന പോലത്തെ മോഷൻ, ഇത്ര സമയത്തിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന പോലത്തെ മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. ഇനിയോ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്? മുന്നോട്ടേക്കും പുറകോട്ടേക്കുമാണ് മൂവ്സ് ടു ആൻഡ് ഫ്രോ. മുന്നോട്ടേക്കും പുറകോട്ടേക്കുമാണ് മൂവ് ചെയ്യുന്നത് അറ്റ് റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈം എബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. എന്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഊഞ്ഞാലിന്റെ എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഇങ്ങനെ ഓർക്കുക, അതായത് ഊഞ്ഞാൽ ആടാൻ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ഒരു പൊസിഷൻ ഉണ്ടല്ലോ. സോ ഇതാണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ്ട് ഇത് ഊഞ്ഞാലാണ്. ഇതിപ്പോ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ ഇല്ലേ, ഈ പൊസിഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മീൻ പൊസിഷൻ എന്നൊക്കെ വിളിക്കാം. ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ ഈ ഒരു മീൻ പൊസിഷൻ അനുസരിച്ച് മുന്നോട്ടേക്കും പുറകോട്ടേക്കും ടു ആൻഡ് ഫ്രോ മോഷൻ ഉള്ള അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓസിലേഷൻ. എന്ന് വെച്ചാൽ അത് പീരിയോഡിക് ആയിരിക്കും. എന്ന് പറഞ്ഞാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി ഇങ്ങോട്ടേക്ക് വരുന്നു, പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നു, അങ്ങനെയാണ് അത് ഓസിലേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു റെഗുലർ ഇന്റർവെലിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു, തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെയും ഇങ്ങോട്ടേക്ക് തന്നെ പോവാണ്. അതായത് ഒരു ഇത്ര സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, പിന്നെയും ഈ ഒരു മോഷൻ മുന്നോട്ടേക്ക് വരുന്നു. ഇങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓസിലേഷൻ എന്ന് വിളിക്കുക. അപ്പം ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഓസിലേഷൻ എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഓസിലേഷൻ? അപ്പം ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പീരിയോഡിക് ആയിട്ടുള്ള മോഷൻ ആണ്. അതൊരു പീരിയോഡിക് ആയിട്ടുള്ള മോഷൻ ആണ്. അത് എന്താ ചെയ്യുന്നത്? മുന്നോട്ടേക്കും പുറകോട്ടേക്കും മൂവ് ചെയ്യുകയാണ്. മൂവ് ടു ആൻഡ് ഫ്രോ, മുന്നോട്ടേക്കും പുറകോട്ടേക്കും മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അറ്റ് റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈം എബൌട്ട് ദിസ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ അനുസരിച്ച് മുന്നോട്ടേക്കും പുറകോട്ടേക്കും ഒക്കെ മൂവ് ചെയ്യുന്ന ഇങ്ങനെയുള്ള മോഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കാം. യെസ്, അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഇങ്ങനെ ഒരു ഓസിലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക?
അതായത് ഇപ്പൊ ഒരു ഊഞ്ഞാലിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത് എപ്പോഴാണ്? നോക്കിക്കേ, ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇതാണ്ട് ഒന്ന് അങ്ങോട്ടേക്ക് പോയി, എന്നിട്ട് ഇതാണ്ട് ഇങ്ങനെ തിരിച്ചു വന്നു. ഓസിലേഷൻ കംപ്ലീറ്റ് ആയോ? ഇല്ല. എന്ത് ചെയ്യണം? വീണ്ടും ഇതാ തിരിച്ച് പുറകോട്ടേക്ക് പോയി വീണ്ടും ഇതാ തിരിച്ച് ഇവിടെ എത്തണം. യെസ്, ഇത്രയും ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുക. ഒരു ആട്ടം കംപ്ലീറ്റ് ആയി, അത്രയേ ഉള്ളൂ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അപ്പം ഇതാണ് എന്ത്? ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ചാപ്റ്ററിൽ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള മറ്റൊരു ടേം ആണ് എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് ആംപ്ലിറ്റ്യൂഡ്? അപ്പം ഇതേപോലെ തന്നെ ആടുന്ന ഒരു കേസ് എടുക്കാം. ഓക്കെ, ഒരാൾ ഊഞ്ഞാലിൽ ആടുന്നു, അല്ലെങ്കിൽ നമ്മളിതാ ഓസിലേഷൻ മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇത് കണ്ടോ, ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റ്, ഇതെങ്ങനെ ഒരു കയറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വള്ളിയാണെന്ന് വിചാരിക്കുക. ഇവിടെയായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബോബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു ബോബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ സാധനം എന്ത് ചെയ്യും? ഇങ്ങനെ മുന്നോട്ടേക്കും പുറകോട്ടേക്കും മാറിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓസിലേഷൻ ആണ്, ഇതൊരു ഓസിലേറ്ററി മോഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ സാധനം ആടി ഏറ്റവും മാക്സിമം ദൂരത്തിൽ എത്തിയെന്ന് വിചാരിക്കാം. ഈ സാധനം ഇങ്ങനെ ആടിയിട്ട് ഏറ്റവും മാക്സിമം ദൂരത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും മാക്സിമം ആയിട്ട് എത്തിയിട്ടുള്ള ദൂരം. ഇതാണ് ഏറ്റവും മാക്സിമം ആയിട്ട് എത്തിയിട്ടുള്ള ദൂരം. ഈ മാക്സിമം ദൂരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇത് കണ്ടോ, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. ഓക്കെ, നോക്കിയേ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. ഇതാണ് എന്ത്? ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇതാണ് ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഈ സാധനം ആടിയിട്ട് മാക്സിമം ആട്ടം എത്തി. ഓക്കെ, മാക്സിമം ഒരു സൈഡിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ നിന്നുള്ള ആ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഏറ്റവും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ്, ഒരു സൈഡിലേക്കുള്ള ഏറ്റവും മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആ ഒരു ആട്ടം അല്ലെങ്കിൽ ആ ഒരു ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. ഇനി മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേടാ, ഈ ആംപ്ലിറ്റ്യൂഡിന്റെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. ഇനി ഇതൊരു ഡിസ്റ്റൻസ് ആണ് മക്കളെ. ഇതൊരു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിതിനെ SI യൂണിറ്റ് എന്നാണ് പറയാ. ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെങ്ത്, ഡിസ്റ്റൻസ്, ഇതിന്റെയൊക്കെ യൂണിറ്റ് തന്നെ എന്താണ്? മീറ്റർ ആണ് വരിക. യൂണിറ്റ് വരുന്നത് മീറ്റർ ആയിരിക്കും, അതും ഓർത്ത് വെച്ചേക്കണം. അപ്പൊ എന്താണ് മക്കളെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നുമില്ല. നോക്കിക്കേ, ഈ ഒരു ആട്ടം നോക്ക്. ഈ ഒരു കുട്ടി ആടി ഏറ്റവും മാക്സിമം എത്തിയത് ഇവിടെയല്ലേ? അപ്പൊ മീൻ പൊസിഷൻ, സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇവിടെ ആയിരുന്നില്ലേ? സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ്, ഈ സൈഡിലേക്ക് എത്തിയപ്പോൾ ഉള്ള ആ ഒരു മാക്സിമം ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാം. ഇത്രയുള്ള ആംപ്ലിറ്റ്യൂഡ്. സോ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു സൈഡിലേക്കുള്ള ഏറ്റവും മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഇനി ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ വരുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. അതിന്റെ SI യൂണിറ്റ് വരുന്നത് മക്കളെ മീറ്റർ ആണ്. SI യൂണിറ്റ് വരുന്നത് മീറ്റർ ആണ്. ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മക്കൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്, സെറ്റല്ലേ? ആണോ? യെസ്. അപ്പം അത് ഓക്കെ ആയിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നും ഓസിലേഷൻ എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മക്കളെ ഇതാ ഞാനുണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഏറ്റവും സിമ്പിൾ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാക്കിയിട്ടുള്ള ഒരു PDF ആണിത്. അപ്പം ഇതിനകത്ത് ഒന്നും വിടാൻ പറ്റില്ല കേട്ടോ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇതിനകത്ത് വിടാനായിട്ട് ഒന്നും ഇല്ലാത്ത പോലെ ആ രീതിയിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു PDF ആണിത്. സോ ഇതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് പഠിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് ഈ ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കി വെക്കാം. ചിലപ്പം അതും ചോദിക്കാം, ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാം. അപ്പം ഓസിലേറ്ററി മോഷന്റെ എക്സാമ്പിൾ ആണ് ഒന്ന്, മോഷൻ ഓഫ് എ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിന്റെ പെൻഡുലം ഈ ആടുന്ന സംഭവമാണ്. ഓക്കെ, അങ്ങനെ ഒരു ക്ലോക്കിന്റെ പെൻഡുലം എന്താണ്? ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ ആണ്. ഇനി അതേപോലെ തന്നെ വൈബ്രേഷൻ ഓഫ് എ ട്യൂണിംഗ് ഫ്രോക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത്, ട്യൂണിംഗ് ഫ്രോക്കിന്റെ വൈബ്രേഷൻ എന്താണ്? അതൊരു ഓസിലേറ്ററി മോഷൻ ആണ്.
ഇനി ഞാൻ പറഞ്ഞ നമ്മളിങ്ങനെ ഒരു ബോൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ പെൻഡുലം എന്നൊക്കെയാണ് വിളിക്കുക. അങ്ങനെ ഒരു ബോൾ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു ഓസിലേറ്ററി മോഷൻ ആണ്. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മുടെ സ്പ്രിംഗ് ഊഞ്ഞാൽ അതൊരു ഓസിലേറ്ററി മോഷൻ ആണ്. വേറെ ഏതെങ്കിലും ഓസിലേറ്ററി മോഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വൈപ്പർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, പിന്നെ യെസ്, നമുക്ക് വേണമെങ്കിൽ ഈവൻ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇല്ലേ, ഈവൻ ഹാർട്ട് ബീറ്റ് പോലും വേണമെങ്കിൽ അതൊരു ഓസിലേറ്ററി മോഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പീരിയോഡിക് മോഷൻ ആണ്, മൂവ് ടു ആൻഡ് ഫ്രോ ആണ്. ഇതൊക്കെ എന്താണ് വേണമെങ്കിൽ നമുക്ക് ഓസിലേറ്ററി മോഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ നമ്മുടെ ഫ്ലാപ്പിംഗ് ബേർഡ്സിന്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്യുന്നത് പോലും വേണമെങ്കിൽ ഓസിലേറ്ററി മോഷൻ ആണ്. മീൻസ് അങ്ങനെ ഇഷ്ടം പോലെ ഓസിലേറ്ററി മോഷൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ കുറച്ച് ഓസിലേറ്ററി മോഷൻ നോക്കി വെക്കുക. ഒന്ന് മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ മോഷൻ അതൊരു ഓസിലേറ്ററി മോഷൻ ആണ്. ഇനി ട്യൂണിംഗ് ഫ്രോക്ക്. ഓക്കെ, ട്യൂണിംഗ് ഫ്രോക്ക് അതിന്റെ വൈബ്രേഷൻ ഒരു ഓസിലേറ്ററി മോഷൻ ആണ്. ഇനി അതേപോലെ തന്നെ ഒരു ബോളിനെ നമ്മൾ ഫ്രീ ആയിട്ട് ഹാങ് ചെയ്യാൻ വിട്ടിരിക്കുന്നു. യെസ്, അതിങ്ങനെ ഫ്രീ ആയിട്ട് ആഡ് ചെയ്യാണ്, മീൻസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യണം, ഫ്രീ ആയിട്ട് ഇങ്ങനെ ആടുവാണെങ്കിൽ അതൊരു ഓസിലേറ്ററി മോഷൻ ആണ്. യെസ്, മുന്നോട്ടേക്ക് പോവാണ്. കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. നെക്സ്റ്റ് വണ്ണാണ് മക്കളെ, എന്താണ് പീരീഡ്? പീരീഡ് എന്നോ അല്ലെങ്കിൽ നമ്മൾ അതിനെ ടൈം പീരീഡ് എന്നൊക്കെയാണ് വിളിക്കുക. എന്താ മക്കളെ പീരീഡ് എന്ന് പറഞ്ഞാൽ? അത് ശരിക്കും പറഞ്ഞാൽ പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം പീരീഡ് എന്നാണ് ശരിക്കും ഇതിനെ വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഒരു ഓസിലേഷൻ ഒരു വട്ടം ആടി തീർക്കാൻ എടുക്കുന്ന സമയത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിന്റെ പീരീഡ് എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ മക്കൾ ഇതാ നമ്മൾ ആദ്യത്തെ കുട്ടി ആടി, ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ടേക്ക് വന്നു, അങ്ങനെ ഒരു വട്ടം ആടി തീർക്കാൻ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ശരിക്കും പറഞ്ഞാൽ പീരീഡ് എന്ന് വിളിക്കുക. സോ ആ ഡെഫിനിഷൻ പഠിക്കണം. ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ, ഒരു ഒറ്റ വട്ടം ഓസിലേഷൻ നടക്കാൻ, ഒരൊറ്റ വട്ടം ആടാൻ എടുക്കുന്ന സമയമാണ് ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ഒരൊറ്റ വട്ടം ആടാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പീരീഡ് എന്ന് വിളിക്കാം. ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ഇനി നമ്മൾ അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. അതേപോലെ തന്നെ മക്കളെ അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്. ഓക്കെ, അതായത് പീരീഡിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് സെക്കൻഡ് ആണ്. ദ SI യൂണിറ്റ് ഓഫ് പീരീഡ് ഈസ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ആണ് പീരീഡ്. ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ പീരീഡ് എന്ന് വിളിക്കുക. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? SI യൂണിറ്റ് ഓർത്ത് നോക്കണം. പീരീഡ് ടൈം ആണെന്ന് പറഞ്ഞില്ലേടാ, സമയമല്ലേടാ. സമയത്തിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. അപ്പൊ SI യൂണിറ്റ് വരുന്നത് സെക്കൻഡ് ആണ്. സിമ്പിൾ നമ്മൾ ഏത് ഉപയോഗിക്കുക? ക്യാപിറ്റൽ ടി ആണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ടി ആണ്. അപ്പൊ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷന് വേണ്ടി എടുക്കുന്ന സമയത്തിനെ നമ്മൾ പീരീഡ് എന്ന് വിളിക്കും. സിമ്പിൾ വരുന്നത് ക്യാപിറ്റൽ ടി ആണ്. SI യൂണിറ്റ് വരുന്നത് എന്താണ്? സെക്കൻഡ്സ് ആണ്. SI യൂണിറ്റ് വരുന്നത് സെക്കൻഡ്സ് ആണ്. ഓക്കെ ആണോ? അത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ബുദ്ധിമുട്ടില്ലാന്ന് വിചാരിക്കുന്നു. മുന്നോട്ടേക്ക് പോവാണ്. ഇനി അപ്പോ അത് കൂടാതെ മക്കളെ കുറച്ച് ഇക്വേഷൻസ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ടൈം പീരീഡിന്റെ ഇക്വേഷൻ? 1/f. 1/frequency. ഓക്കെ, 1/f. വേറെ എന്തെങ്കിലും ഇക്വേഷൻ? Total time by number of oscillation. യെസ്, എന്താണ്? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? ടോട്ടൽ ടൈം, ആകപ്പാടെ എടുത്ത ടൈം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ എന്നാണ് നമുക്ക് ഇക്വേഷൻ വരിക. ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഇതാണ് നമുക്ക് ടൈം പീരീഡിന്റെ ഇക്വേഷൻ വരിക. ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചോ. ടെക്സ്റ്റിനകത്ത് അങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്കത് യൂസ് ചെയ്യാം. ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ ചെറുതാക്കി എഴുതാം. സോ ടൈം പീരീഡ് ടി എന്നെടുക്കുന്നു. ഓക്കെ, ടൈം പീരീഡ് ടി എന്നെടുക്കുന്നു. അല്ലെ പീരീഡ് എന്ന് എഴുതിയാൽ മതി അല്ലെ? ടൈം പീരീഡ് എന്ന് ഓക്കെ, പീരീഡ് എന്ന് എഴുതിയാൽ മതി. ടൈം പീരീഡ് എന്ന് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, സോ പീരീഡ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് ടോട്ടൽ ടൈമിനെ നമ്മൾ സ്മോൾ ലെറ്റർ ടി ഉപയോഗിച്ചിട്ടാണ് കാണിക്കുക. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ n എന്ന് എഴുതും. ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ
നമ്പർ ഓഫ് ഓസിലേഷൻ. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ഒരു ഇക്വേഷൻ. വേറെ ആരോ ഒരാൾ ഒരു ഇക്വേഷൻ കൂടെ പറഞ്ഞായിരുന്നല്ലോ, ഫ്രീക്വൻസി വെച്ചിട്ട് ഒരു ഇക്വേഷൻ ആരോ പറഞ്ഞല്ലോ. 1 by frequency. യെസ്, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, പീരീഡ് ഈസ് ഈക്വൽ ടു 1 by ഫ്രീക്വൻസി. വെരി ഗുഡ്. യെസ്, നിങ്ങൾക്ക് അപ്പൊ അറിയാലോ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട്. യെസ്, സോ നമുക്ക് ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് ഈസ് ഈക്വൽ ടു 1 by ഫ്രീക്വൻസി എന്ന് കൂടെ പറയാം. അപ്പം ഈ ഒരു രണ്ട് ഇക്വേഷൻസ് ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ മക്കളെ. എക്സാമിന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള പോർഷൻ തന്നെയാണ് പീരീഡ്, ഫ്രീക്വൻസി ഒക്കെ. യെസ്, സോ പീരീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്, ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഇനി അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, പീരീഡ് ഈസ് ഈക്വൽ ടു 1 by ഫ്രീക്വൻസി. യെസ്, പീരീഡ് ഈസ് ഈക്വൽ ടു 1 by ഫ്രീക്വൻസി. യെസ്, രണ്ട് ഇക്വേഷൻസ് നോട്ട് ചെയ്ത് നോക്കുക, പീരീഡിന്റെ ഇക്വേഷൻസ് ആണ്. അപ്പം എന്താണ് ടൈം പീരീഡ്, ആ ഡെഫിനേഷൻ പഠിക്കണം. അത് എന്താണ് പീരീഡ്, ആ ഡെഫിനേഷൻ പഠിക്കണം. അപ്പൊ നിങ്ങൾ ടൈം പീരീഡ് ഓർത്താൽ മതി. അപ്പൊ എന്താണ്, എടുത്ത സമയമാണ് എന്തിന്, ഓരോ ഓസിലേഷന്. സോ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ, ഇതിനെയാണ് നമ്മൾ പീരീഡ് എന്ന് വിളിക്കുക. ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ഒന്ന് വേഗം പഠിക്കാമോ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കാൻ പറ്റുന്നല്ലേ ഉള്ളത്. ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഈസ് പീരീഡ്, അത്രയും പഠിക്കുക. എന്നിട്ട് ഇക്വേഷൻ capital T is equal to small t by n, capital T is equal to 1 by f. നോക്കി വെക്ക്. യെസ്, മുന്നോട്ടേക്ക് പോവാണ്. അടുത്തതാണ് ഫ്രീക്വൻസി. എന്താണ് മക്കളെ ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. എന്താണ്, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള ഓസിലേഷന്റെ എണ്ണം, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫ്രീക്വൻസി വിളിക്കുക. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള ഓസിലേഷനുകളുടെ എണ്ണത്തിനെ നമുക്ക് ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ഇനി ഇതിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് എന്താ വരിക എന്നറിയോ, ഹെഡ്സ് ആണ്. യൂണിറ്റ് വരുന്നത് എന്താണ്, ഹെഡ്സ് ആണ്. ഇനി ഫ്രീക്വൻസിനെ നമ്മൾ പൊതുവെ സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നത്. ഫ്രീക്വൻസിനെ നമ്മൾ പൊതുവെ സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പൊ നോക്കിയ മക്കളെ, എന്താണ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടായി, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടായി, അതിന്റെ എണ്ണത്തിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഫ്രീക്വൻസി എന്ന് വെച്ചാൽ. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള ഓസിലേഷനുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഇനി ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് നമുക്കറിയാം, അതെന്താണ്, ഹെഡ്സ് എന്നാണ് വരിക. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് വരുന്നത് ഹെഡ്സ് എന്നാണ്. അതേപോലെ തന്നെ ഫ്രീക്വൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിച്ചിട്ടാണ്. ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിച്ചിട്ടാണ്. ബുദ്ധിമുട്ടില്ലാതെ വിചാരിക്കുന്നു. സോ അതും കൂടെ മനസ്സിലാക്കണം. ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്താണ്, ഫ്രീക്വൻസിയുടെ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട് അല്ലെ. യെസ്, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, ഫ്രീക്വൻസി number of oscillations divided by number of oscillations. Yes, number of oscillations divided by എന്താ പറഞ്ഞ, ടൈം എന്നാണ് പറഞ്ഞേ. Yes, divided by time taken. Very good. Number of oscillations divided by time. Yes, very good, very good, very good. Correct ആണ്. ഇനി അതിന് വേണമെങ്കിൽ നമുക്ക് മുമ്പത്തെ പോലെ കുഞ്ഞാക്കിയിട്ട് എഴുതാം. നമ്പർ ഓഫ് ഓസിലേഷൻസ് n എന്ന് എടുക്കുവാണെങ്കിൽ T എന്ന് എടുക്കാം. സോ F ഈസ് ഈക്വൽ ടു n ബൈ ടി എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ. F ഈസ് ഈക്വൽ ടു n ബൈ ടി. F ഈസ് ഈക്വൽ ടു n ബൈ ടി, അതാണ് ഫസ്റ്റ് ഇക്വേഷൻ പറയാൻ പറ്റുക. ഇനി അതേപോലെ തന്നെ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള ബന്ധം അറിയാം. F ഈസ് ഈക്വൽ ടു 1 ബൈ ടി എന്ന് എഴുതിക്കൂടെ, ശരിയാണോ അത്? F ഈസ് ഈക്വൽ ടു 1 by t, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. F ഈസ് ഈക്വൽ ടു 1 by t. ഇനി അത് കൂടാതെ വേറൊരു ഇക്വേഷൻ നമ്മൾ ചാപ്റ്ററിന്റെ കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? F ഈസ് ഈക്വൽ ടു V by lambda. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, F ഈസ് ഈക്വൽ ടു V by lambda. V എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡാണ്. ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ്ലെങ്ത് ആണ്. F ഈസ് ഈക്വൽ ടു V by lambda. ഈ ഒരു ഇക്വേഷനും കൂടെ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ.
യെസ്, നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇത് പഠിക്കുന്നത്. എന്നാൽ ഇവിടെ തന്നെ ഒന്ന് നോക്കി വെക്കുന്നതായിരിക്കും നല്ലത്. യെസ്, അപ്പം ഈ 3 ഇക്വേഷൻസ് മക്കളെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഒന്ന്, എഫ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം, എന്നുവെച്ചാൽ എഫ് ഈസ് ഈക്വൽ ടു എൻ ബൈ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ദെൻ എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ. എഫ് ഈസ് ഈക്വൽ ടു വി എന്ന് വെച്ചാൽ എന്താണ്? സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. സോ എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ സ്പീഡ് ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് എന്നുള്ളതാണ്. സോ ഈ ഒരു 3 ഇക്വേഷൻസും മക്കളെല്ലാവരും കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക, കൃത്യമായിട്ടും പഠിച്ചു വെച്ചേക്കുക. ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ ആണോ? യെസ്, എല്ലാവർക്കും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ഓക്കെ. സോ ഫ്രീക്വൻസിയുടെ കേസ് നോക്കി. ആദ്യം നമ്മൾ എന്താണ് ഫ്രീക്വൻസി എന്ന് മക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രീക്വൻസി എന്താണ് ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1. അതായത് ഇപ്പം ഒരു സെക്കൻഡില് എത്ര ഓസിലേഷൻസ് ഉണ്ടാകും. ഒരു സെക്കൻഡിൽ നമ്മൾ ഒറ്റ സെക്കൻഡ് സമയമാണ് പറയുന്നതെങ്കിൽ ആ ഒരു ഒറ്റ സെക്കൻഡ് സമയത്ത് എത്ര ഓസിലേഷൻ, എത്ര ആട്ടം കംപ്ലീറ്റ് ചെയ്യും. ഒരു സെക്കൻഡിൽ എത്ര ഈ സംഭവം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അതിന്റെ എണ്ണത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫ്രീക്വൻസി എന്ന് വിളിക്കും. ഇനി ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് വരുന്നത് ഹെഡ്സ് ആണ്, ഹെഡ്സ്. ഇനി അതിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് മക്കളെ സൂചിപ്പിക്കുക? എഫ്, സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്രീക്വൻസിനെ സൂചിപ്പിക്കുന്നത്. ഫ്രീക്വൻസിക്ക് 3 ഇക്വേഷൻസ് പഠിച്ചു. എഫ് ഈസ് ഈക്വൽ ടു എൻ ബൈ ടി, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ ടി, 1 ബൈ പീരിയഡ്. ഇനി എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ. 3 ഇക്വേഷൻസും വെരി 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നന്നായിട്ട് അതൊന്ന് നോക്കി വെച്ചേക്കുക. ഇവിടം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞത്, ഇത്രയും പഠിച്ചത് മക്കളെ എല്ലാവർക്കും ഔട്ട് ഓഫ് 100 എത്ര പെർസെന്റേജ് ഓക്കെയാണ്? കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടാൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകും. യെസ്, വെരി ഗുഡ്. ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if a pendulum take 1 minute to complete 30 oscillation, how long does it take to complete 1 oscillation? എന്തൊക്കെയാണ് ആദ്യം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്നാണ് മക്കളെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് എടുത്തെഴുതുക. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? നമ്മൾ മുമ്പ് ചെയ്ത പോലെ അല്ല കേട്ടോ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ച് ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, മുമ്പ് നമ്മൾ എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്തത്. ഇത് നമുക്ക് ഇക്വേഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ആദ്യം തന്നിരിക്കുന്ന 1 മിനിറ്റ് എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾക്ക് അറിയാം, അത് ടൈമാണ്. നമ്മൾ ടി എന്ന് എഴുതിയാൽ മതി. സോ 1 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. സോ 1 മിനിറ്റ് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആണ്. നമുക്ക് ടൈം വേണ്ടത് എങ്ങനെയാണ്? സെക്കൻഡ്സിലാണ്. 60 സെക്കൻഡ് ആണ് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അതിലേക്ക് മാറ്റി. ഇനി കംപ്ലീറ്റ് 30 ഓസിലേഷൻ. ഓസിലേഷനുകളുടെ എണ്ണം നമ്മൾ എന്താണ്? സ്മോൾ ലെറ്റർ എൻ ഉപയോഗിച്ചിട്ടാണ് കാണിക്കുക. സോ നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാണ്? 30 എണ്ണമാണ് വരിക. 30 ഓസിലേഷൻ. വേണ്ടത് എന്താണ്? ഹൗ ലോങ്. ഹൗ ലോങ് എന്ന് വെച്ചാൽ സമയമാണ്. ഹൗ ലോങ് എന്ന് വെച്ചാൽ സമയമാണ്. ഹൗ ലോങ് എന്ന് വെച്ചാൽ സമയമാണ്. സോ ഹൗ ലോങ് എന്ന് വെച്ചാൽ സമയം എന്ന് വെച്ചാൽ ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ പീരീഡ് എന്നല്ലേ വിളിക്കുക? ആണോ? യെസ്, പീരീഡ് എന്നാണ് വിളിക്കുക. സോ ടി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ടൈം പീരീഡ് ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചതല്ലേ ഉള്ളൂ. എന്തായിരുന്നു? ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. യെസ്, ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ആണ്. സോ ടോട്ടൽ ടൈം വന്നത് എത്രയാണ്? 60 ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻ വന്നത് 30 ആണ്. 60 ബൈ 30. യെസ്, 0 ക്യാൻസൽ ആയി. 6/3 2 വരിക. ആൻസർ എത്രയായിരിക്കും? 2 സെക്കൻഡ്സ് എന്ന ആൻസർ കിട്ടും. 2 സെക്കൻഡ്സ് എന്നായിരിക്കും ആൻസർ കിട്ടുക. സോ ഇത്തരത്തിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നതാണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ബുദ്ധിമുട്ടില്ലല്ലോ? ചെയ്യാൻ പറ്റില്ലേ മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലടാ? യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. അതേ സെയിം പെൻഡുലം ആണ്. അത് 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? എത്രയാണ്? 1 മിനിറ്റില് എത്ര ഓസിലേഷനാ?
0.5 ഓസിലേഷൻ ആണോ? യെസ്, അതെങ്ങനെയാണ് കിട്ടുന്നത്? എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കൂടെ പറഞ്ഞു. നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. യെസ്, നമ്മൾ പഠിച്ചതാണ്. നമുക്ക് എന്താ വേണ്ട? ഫ്രീക്വൻസി ആണ്. അപ്പം മൊത്തം എത്രയാണ്? നമ്പർ ഓഫ് ഓസിലേഷൻ വരുന്നത് 30 അല്ലെ? നമ്പർ ഓഫ് ഓസിലേഷൻ നമുക്കറിയാം തന്നിട്ടുള്ള എത്രയാണ്? 30 എന്നായിരുന്നു ആ ക്വസ്റ്റിനകത്ത്. സോ എന്നിന്റെ വാല്യൂ എന്താണ്? 30. ഇനി എത്രയാണ്? ഒരു സെക്കൻഡിൽ. അത് ആ 30 ഓസിലേഷൻ എത്ര സമയത്തായിരുന്നു? 1 മിനിറ്റിലാണ്. 30 ഓസിലേഷൻ വന്നത് 1 മിനിറ്റിലാണ്. വിച്ച് മീൻസ് ടൈം എത്രയാണ്? 1 മിനിറ്റ് ആയിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റുവാണെങ്കിൽ എത്രയാണ്? 60 സെക്കൻഡ്. അങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര എന്ന് ചോദിച്ചാൽ അത് ഫ്രീക്വൻസി ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്രീക്വൻസി ആണ്. സോ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്തായിരുന്നു ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്. നോക്ക്, നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. n/t എന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്നിന്റെ വാല്യൂ എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ ടി എത്രയാണ്? 60. 0 വേണമെങ്കിൽ ക്യാൻസൽ ആക്കാം. അപ്പോഴോ 3/6. ഒന്നുകൂടെ ചെറുതാക്കിയാൽ 3-നകത്ത് 3 ഒരു വട്ടം, 6-നകത്ത് 3 2 വട്ടം, 1/2. അല്ലെങ്കിൽ നമുക്കതിനെ 0.5 എന്ന് എഴുതാം. യൂണിറ്റ് എന്താ? ഹെഡ്സ്. ഫ്രീക്വൻസി 0.5 ഹെഡ്സ് എന്നായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക. 0.5 ഹെഡ്സ്. രണ്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള. അതേ സെയിം രണ്ട് കുഞ്ഞു ക്വസ്റ്റ്യൻസ്. ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കുന്നു. മുന്നോട്ടേക്ക് പോകാം. അടുത്ത നോക്കിയ മക്കളെ, ഫ്രീക്വൻസിയും പീരീഡും തമ്മിലുള്ള ബന്ധമാണ്. മക്കളെ വേറൊന്നുമില്ല. ആദ്യം പറയുന്ന കാര്യം, വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. എന്താ സംഭവം? അതായത് നമ്മളൊരു പെൻഡുലം, ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യാണ്. എന്താണ് സിമ്പിൾ പെൻഡുലം എന്നറിയോ? അതായത് ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതിനകത്ത് ഇതാ ഇങ്ങനെ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബോ. ഇതിനെ നമുക്ക് സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കാം. ഇനി ഈ ഒരു പെൻഡുലത്തിന്റെ ലെങ്ത്, സോ ഈ പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ബോബിന്റെ നടുക്കുന്ന തൊട്ട് ഇവിടം വരെയുള്ള ഇത്രയും ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലെങ്ത് എന്ന് വിളിക്കുക. ഇതിനെയാണ് ലെങ്ത് ഓഫ് പെൻഡുലം എന്ന് വിളിക്കുക. ഈ ലെങ്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കൂടാ? ഫ്രീക്വൻസി കുറയുക ചെയ്യുക. ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുകയായിരിക്കും ചെയ്യുക. ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി കുറയുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. as the length increases frequency decreases. ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നത് എന്ന് മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. ഇനി അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിയും പീരീഡും തമ്മിലുള്ള ബന്ധം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഫ്രീക്വൻസിയും പീരീഡും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവര് രണ്ടുപേരും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t എന്ന് എഴുതാം. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t ഓൾറെഡി പറഞ്ഞതാണ്. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t ആണ്, അല്ലെങ്കിൽ 1/, പീരീഡ് ആണ് ഫ്രീക്വൻസി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇപ്പൊ ഫ്രീക്വൻസി പീരീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി കുറയും. പീരീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി കുറയായിരിക്കും ചെയ്യുക. അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. പീരീഡ് കൂടുന്ന സമയത്ത് ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി കുറയും. പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ ആണോ അത്? യെസ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടില്ലാന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്ത കാര്യത്തിലേക്ക് പോവാണ്. അതാണ് നാച്ചുറൽ ഫ്രീക്വൻസി. എന്താ മക്കളെ സംഭവം നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? വേറൊന്നുമില്ല, സ്വന്തമായിട്ടുള്ള ഒരു ഫ്രീക്വൻസി. എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളും സ്വന്തമായിട്ട് അതിനൊന്ന് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊന്ന് വൈബ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് എല്ലാ ഒബ്ജക്റ്റിനും സ്വന്തമായിട്ട് എന്താണ്? അതിനെ വൈബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതിനൊന്ന് ഓസിലേഷൻ നടത്താനായിട്ടുള്ള കഴിവുണ്ട്. എല്ലാ വസ്തുക്കൾക്കും എന്താണ്? ഒന്ന് ഇളകാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിനെ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന അതിന്റെ ഒരു ഇനേറ്റ് ഫ്രീക്വൻസി ഉണ്ട്, അതിന്റെ സ്വന്തം ഫ്രീക്വൻസി. ഓക്കെ, അതായത് അതിനെ ഒറ്റയ്ക്ക് വൈബ്രേറ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന അതിന്റെ സ്വന്തമായിട്ടുള്ള അതിന്റെ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസിനെ മക്കളെ നമ്മൾ ഫിസിക്സിൽ വിളിക്കും നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, ഒരു വസ്തുവിനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വിട്ടാൽ അവൻ എന്ത് ചെയ്യും? സ്വന്തമായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യും. അതിന്റെ ഇനേറ്റ് ഫ്രീക്വൻസിയിൽ അവന് സ്വന്തമായിട്ടുള്ള അവൻ്റെത് മാത്രമായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കും. അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക. സോ നോക്കിക്കേ, വെൻ ആൻ ഒബ്ജക്ട്
when an object vibrates freely, ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് സ്വന്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വൈബ്രേറ്റ് ഇൻ ഇറ്റ്സ് ഇനേറ്റ് ഫ്രീക്വൻസി, അത് അവന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി, ആ ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുക, ആ ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഇനി മക്കളെ നോക്കിക്കേടാ, ഈ ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഒന്ന് അതിന്റെ ലെങ്ത് ആണ്. ആ ഒരു ഒബ്ജക്റ്റിന് എത്രത്തോളം വലിപ്പം, എത്രത്തോളം നീളമുണ്ട്, ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്. ഒരു വസ്തു എന്താണ്, ആ ഒരു വസ്തുവിന്റെ ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്. ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് ആ ഒരു ഒബ്ജക്റ്റിന്റെ സൈസ്, അതിന്റെ വലിപ്പം. ഒന്ന് ആ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത്, പിന്നെ വരുന്നത് ആ ഒരു ഒബ്ജക്റ്റിന്റെ സൈസ്, ആ ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് എത്രത്തോളം ഉണ്ട്. ഇനി അതിന്റെ എലാസ്റ്റിസിറ്റി, പിന്നെന്താണ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. 4 കാര്യങ്ങളാണ് നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഒന്ന് ആ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്, പിന്നെ വരുന്നത് സൈസ് ഓഫ് ദ ഒബ്ജക്ട്, പിന്നെ പറഞ്ഞത് എന്താണ് ഇലാസ്റ്റിസിറ്റി, നാലാമതായിട്ട് പറഞ്ഞത് എന്താണ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. 4 കാര്യങ്ങളാണ് ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്ട് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റിന്റെ ലെങ്ത്, ആ ഒബ്ജക്റ്റിന്റെ നീളം, അതിന്റെ സൈസ്, ആ ഒരു ഒബ്ജക്റ്റിന്റെ സൈസ്, ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള നേച്ചർ ഓഫ് മെറ്റീരിയൽ, എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന്റെ നേച്ചർ, പിന്നെന്താണ് ഇലാസ്റ്റിസിറ്റി. ഈ 4 കാര്യങ്ങളാണ് നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്ട് ചെയ്യുക. എന്നുവെച്ചാൽ ഈ കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഓരോ വസ്തുക്കൾക്ക് ഓരോ ഫ്രീക്വൻസി. അതായത് എല്ലാ വസ്തുക്കളുടെയും ലെങ്ത് ഒരേപോലെ അല്ല, സൈസ് ഒരേപോലെ അല്ല, നേച്ചർ ഓഫ് മെറ്റീരിയൽ എല്ലാത്തിനും ഒരേ സാധനം വെച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ വെച്ചിട്ട് എന്ത് മാറും, ഈ പറഞ്ഞ നാച്ചുറൽ ഫ്രീക്വൻസി മാറുന്നുണ്ടാവും. അത്രയേ ഉള്ളൂ സംഭവം. നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. എന്താ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ മൂവ് ചെയ്യും. ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നുണ്ടാവുക. ഇത്രയേ ഉള്ളൂ. യെസ്. ഇനി അടുത്തതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്താണ് മക്കളെ ഇവിടെ നിന്ന് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? നോക്ക്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. എന്താണ്, ഒരു പുറത്തുനിന്നുള്ള ഒരു വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റിന്റെ ഇൻഫ്ലുവൻസ് കാരണം വേറൊരു ഒബ്ജക്ട് വൈബ്രേറ്റ് ചെയ്യും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വിളിക്കും. നോക്ക്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. പുറമേയുള്ള ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് കാരണം, പുറമേയുള്ള ഒരു വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് കാരണം എന്ത് സംഭവിക്കുന്നു, വേറൊരു എക്സ്റ്റേണൽ ഒരു വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് കാരണം ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻ, ഒരു ഒബ്ജക്റ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വൈബ്രേഷനെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ വീട്ടിൽ മിക്സിയൊക്കെ അരയ്ക്കൂലേ, മിക്സിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് മീൻസ് മിക്സി ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ആ മിക്സി വെച്ചിരിക്കുന്ന ടേബിൾ വൈബ്രേറ്റ് ചെയ്യൂലേ, ഇല്ലേ? ഓക്കെ, നമ്മൾ ടേബിൾ വെച്ചിട്ടാണ് ഈ പറഞ്ഞ മിക്സി അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ മിക്സി അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ്, അത് ഫോഴ്സ്ഡ് വൈബ്രേഷനാണ്. കാരണം എന്താ, മിക്സിയിലുള്ള വൈബ്രേഷൻ കാരണം. മിക്സിയാണ് അപ്പൊ എന്ത്, എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. പുറത്തുനിന്നുള്ള വൈബ്രേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട് എന്താണ്, മിക്സിയാണ്. അപ്പൊ ആ മിക്സി ടേബിളെ വെച്ചത് കൊണ്ട് എന്താണ്, ആ ഒരു മിക്സിയുടെ വൈബ്രേഷൻ കാരണം ടേബിളിലേക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടായി. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വിളിക്കാം. സോ എന്താണ് നോക്ക്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. പുറമേ നിന്നുള്ള ഒരു വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് കാരണം ഒരു ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷനെ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഫോഴ്സ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യിക്കുമല്ലേ. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നായിരിക്കും വിളിക്കുക. അതിനെ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാണ് വിളിക്കുക. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ മിക്സിയുടെ കേസ്. അല്ലെങ്കിൽ നമ്മളൊരു ട്യൂണിംഗ് ഫ്രോക്കിനെ ഒന്ന് അടിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ട്യൂണിംഗ് ഫ്രോക്ക്. ആ ട്യൂണിംഗ് ഫ്രോക്കിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ടേബിളിൽ കൊണ്ടുപോകുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ എന്താണ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് ആണ്. ഇനി എന്താണ് റെസോണൻസ് എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് മക്കളെ ഈ ഒരു എക്സ്പെരിമെന്റ് നോക്കി വെക്കണം. എക്സാമിന് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു എക്സ്പെരിമെന്റ് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ നോക്ക്, ട്രൈ ദീസ് ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ യൂസിംഗ് ദ ഡിവൈസ് in which two set of 3 identical hacksaw blade, each of length 13 cm and 17 cm, fixed between 2 wooden blocks.
രണ്ട് വുഡൻ ബ്ലോക്കുകളുടെ ഇടയ്ക്ക് നമ്മൾ രണ്ട് സെറ്റ് ആയിട്ടുള്ള ഹാക്സോ ബ്ലേഡ് വെക്കുന്നു. അപ്പൊ നോക്ക്, ഇത് മൂന്നെണ്ണം ഒരേ ലെങ്ത് ഉള്ളതാണ്. എയും സിയും ഇക്കും എന്താണ് ഒരേ ലെങ്ത് ആണുള്ളത്. എക്കും സിക്കും ഇക്കും എന്താണ് ഒരേ ലെങ്ത് ആണുള്ളത്. ബിക്കും ഡിക്കും എഫിനും ഒരേ ലെങ്ത് ആണുള്ളത്. ഇവരുടെ നേച്ചർ ഓഫ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇവരുടെയൊക്കെ നേച്ചർ ഓഫ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഒരേ സാധനം വെച്ചിട്ടാണ് ഈ ഹാക്സോ ബ്ലേഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ. വാട്ട് ഡു യു ഒബ്സർവ്? നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് എയിനെ എന്ത് ചെയ്യുന്നു? ഒന്ന് തട്ടി വിടും. എയിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് അതിനെ വൈബ്രേറ്റ് ചെയ്യാൻ വിടുന്നു. അപ്പൊ എന്തായിരിക്കും കാണുക? എ മാത്രം വൈബ്രേറ്റ് ചെയ്യുന്നതാണോ അതോ ഇവരെല്ലാരും വൈബ്രേറ്റ് ചെയ്യോ? എന്തായിരിക്കും കാണുന്നുണ്ടാവുക? കേട്ടില്ല. മാത്രം വൈബ്രേറ്റ് ചെയ്യുന്നു? അല്ല, വൈബ്രേറ്റ് ചെയ്യുമ്പോ എന്താണ്? എല്ലാ ആൾക്കാരും വൈബ്രേറ്റ് ചെയ്തതാണ്. എല്ലാ ആൾക്കാരും വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇനി ആർ ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്? എല്ലാവർക്കും ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും മക്കളെ? ഒരിക്കലുമല്ല. എല്ലാ ആൾക്കാർക്കും ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കില്ല. വിച്ച് ഓഫ് ദം വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? എ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ആർക്കായിരിക്കും? ആർക്കായിരിക്കും? എക്കും ഇക്കും ആണോ? കാരണം നമ്മൾ എയാണ് തട്ടി വിട്ടിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കും ആയിരിക്കും എന്ത് ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ഉണ്ടാവും? യെസ്. അല്ലെ, സിക്കും ഇക്കും ആയിരിക്കും എന്ത് ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ഉണ്ടാവുക. ഇനി ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ആർ സ്റ്റോപ്ഡ് വൈബ്രേറ്റിംഗ് എക്സൈറ്റ് ബി ആൻഡ് റെക്കോർഡ് ദ ഒബ്സർവേഷൻ. ബിനെ ഇതാക്കിയിട്ടുള്ള എന്തായിരിക്കും? എല്ലാ ആൾക്കാരും വൈബ്രേറ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ആർക്കായിരിക്കും? ഈ ഡിക്കും എഫിനും ആയിരിക്കും. അപ്പൊ നമുക്ക് എ വൈബ്രേറ്റ് why would the hacksaw blade C and D vibrate with the maximum amplitude? അതായത് എയിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് സിക്കും ഇക്കും മാക്സിമം വൈബ്രേഷൻ ഉണ്ടാവാൻ കാരണം? ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ടല്ലേ? എന്താണ്? കേട്ടെ മക്കളെ, എയും സിയും ഇയും ഇവരെ മൂന്ന് പേരെ എന്താണ് ഞാൻ പറഞ്ഞു? ഇവരെ മൂന്ന് പേരെയും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരേ മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഒരേ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൂന്ന് പേർക്കും ഒരേ ലെങ്ത് ആണ്, ഒരേ സൈസാണ്, ഒരേ എലാസ്റ്റിസിറ്റി ആണ്. ഒരേ മെറ്റീരിയൽ വെച്ചാൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരേ എലാസ്റ്റിസിറ്റി ആണ്. അപ്പൊ നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാ? ഒന്ന് ലെങ്ത്. അപ്പം ഇവരുടെ എല്ലാവരുടെയും ലെങ്ത് ഒരേപോലെയാണ്. പിന്നെ സൈസ് ഒരേപോലെയാണ്. എലാസ്റ്റിസിറ്റി ഒരേപോലെയാണ്. എല്ലാത്തിനും ഒരേ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും എക്കും സിക്കും ഇക്കും എന്താണ്? സെയിം നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. ഓക്കെ, സെയിം നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. അപ്പം എന്ത് സംഭവിക്കും? ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സി ആൻഡ് ഡി ആർ ഈക്വൽ. സിയുടെയും ഇയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവരായിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ സിയും ഇയും ആയിരിക്കും എന്ത്? അപ്പോ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് സംഭവം നോക്ക്. യെസ്, ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്ട്, അതായത് ഇവിടെ ഇപ്പൊ ഇവരെ വൈബ്രേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്തത് ആരാണ്? എ ആണ്. അപ്പൊ ആ ഫോഴ്സിങ് ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് ദാറ്റ് ഓഫ് ഫോഴ്സ്ഡ് ഒബ്ജക്ട്സ് ആർ ഈക്വൽ. അപ്പൊ ഇവരെ ഫോഴ്സ്ഡ് ഒബ്ജക്ട് ആരാ? ബാക്കിയുള്ള എല്ലാ ഹാക്സോ ബ്ലേഡ്സും. ഇതിനകത്ത് ആരുടെയൊക്കെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആയിട്ട് വന്നത്? എയുടെയും സിയുടെയും ഇയുടെയും. അങ്ങനെയാണെങ്കിൽ ദ ഒബ്ജക്ട് സെറ്റ് ടു ബി ആർ ഇൻ റെസോണൻസ്. അപ്പൊ എന്താണ്? അവര് റെസോണൻസിലാണെന്ന് പറയാം. അപ്പൊ എന്താണ്? എയും സിയും ഇയും എന്താണ്? ഇവിടെ റെസോണൻസിലാണ്. എയും സിയും ഇയും എന്താണ്? ഇവിടെ റെസോണൻസിലാണ്. ആ സമയത്തോ ദ ഒബ്ജക്ട്സ് അണ്ടർഗോയിങ് റെസോണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെ റെസോണൻസിലുള്ള ആൾക്കാര് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ റെസോണൻസിലുള്ള ആൾക്കാര് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. വിച്ച് മീൻസ് എയും സിയും ഇയും അതുകൊണ്ടാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? റെസോണൻസ് ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ആദ്യം നമ്മൾ എയിനെ മാത്രമാണ് എന്ത് ചെയ്തത്? ഇറക്കി വിട്ടത്. എയിനെ മാത്രമാണല്ലോ നമ്മൾ ടാപ്പ് ചെയ്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാ ആൾക്കാരും വൈബ്രേറ്റ് ചെയ്തത്? വൈ എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ എഴുതും നിങ്ങൾ? പറ. എന്തുകൊണ്ട് എല്ലാ ആൾക്കാരും വൈബ്രേറ്റ് ചെയ്തു? നോ, എല്ലാ ആൾക്കാരും വൈബ്രേറ്റ് ചെയ്യാൻ റീസൺ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എല്ലാ ആൾക്കാരും വൈബ്രേറ്റ് ചെയ്യാനുള്ള റീസൺ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. എല്ലാ ആൾക്കാരും വൈബ്രേറ്റ് ചെയ്തത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണമാണ്. അവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് ആൻസർ എഴുതേണ്ടത്. എന്തുകൊണ്ടാണ് എല്ലാവരും വൈബ്രേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ മക്കളെ
അവിടെ റീസൺ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വേണം ആൻസർ കൊടുക്കാൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇവിടെ എക്കും സിക്കും ഇക്കുമാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വന്നത്. എന്താണ് അതിന്റെ റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? റെസോണൻസ്. ചോദിക്കും ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. ഈ പോർഷനിൽ നിന്നും മക്കളെ ഞാൻ ഉറപ്പ് പറയാണ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസോണൻസിനകത്ത് നിന്നും 100% ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. 100% ഉറപ്പായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻ വരും പോസ്റ്റ് വൈബ്രേഷൻ ആൻഡ് റെസോണൻസ്. അപ്പം ഇവരെല്ലാവരും വൈബ്രേറ്റ് ചെയ്യാൻ കാരണം പോസ്റ്റ് വൈബ്രേഷനും അതേപോലെ തന്നെ ഇവർ മൂന്നുപേരും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേഷൻ നടക്കാൻ കാരണം റെസോണൻസും. മനസ്സിലായോ? യെസ്. അപ്പം എന്താണ് റെസോണൻസ് എന്ന് പറഞ്ഞു? അതായത് ഫോഴ്സിങ് ഒബ്ജക്റ്റിന്റെയും പോസ്റ്റ് ഒബ്ജക്റ്റിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ അവരെ നമ്മൾ റെസോണൻസിലാണെന്ന് പറയാം. അങ്ങനെ റെസോണൻസിലുള്ള ഒബ്ജക്റ്റുകൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അതായത് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സിങ് ഒബ്ജക്റ്റ്, ഇവരെ ഇളകാനായിട്ട് ഫോഴ്സ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ഈ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെ ഇളകുന്ന ഒബ്ജക്റ്റിന്റെ ഒക്കെ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ അവർ റെസോണൻസിലാണെന്ന് പറയാം. ഇനി അങ്ങനെ റെസോണൻസിലാണെന്നുണ്ടെങ്കിൽ റെസോണൻസിലുള്ള ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യും? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. റെസോണൻസിലുള്ള ഒബ്ജക്റ്റുകൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യായിരിക്കും ചെയ്യുക. ഇനി ഈ പറഞ്ഞ റെസോണൻസ് അതിന് ഒരുപാടധികം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പഠിക്കണം, ചോദിക്കും. യെസ്. ഒന്ന് MRI സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ റേഡിയോ ട്യൂണിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനിയോ നമ്മുടെ ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം ഇങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ ഈ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസോണൻസും ഒക്കെയാണ് ഉപയോഗിക്കുക. ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം ഇതിനകത്തൊക്കെ പോസ്റ്റ് വൈബ്രേഷൻ അതേപോലെ റെസോണൻസ് ഒക്കെ ഉപയോഗിക്കും. ഇനി അതേപോലെ തന്നെ സ്റ്റെതസ്കോപ്പ്, നമ്മുടെ ഡോക്ടർമാർ യൂസ് ചെയ്യുന്ന സ്റ്റെതസ്കോപ്പ് ഉണ്ടല്ലോ, അതും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോസ്റ്റ് വൈബ്രേഷൻ റെസോണൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മുടെ മെഗാഫോൺ, അതേപോലെ തന്നെ ഹോൺ, പിന്നെ വേറെ കുറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ ട്രംപറ്റ് ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ നാഗസ്വരം പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇതിനകത്തൊക്കെ പോസ്റ്റ് വൈബ്രേഷനും റെസോണൻസും വരുന്നുണ്ട്. അപ്പൊ ചോദിക്കൂട്ടാ, ഈ ഒരു പോർഷനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പം ഇതും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ ചോദിക്കും. ആപ്ലിക്കേഷൻസ് വരുന്നത് MRI സ്കാനിങ്, റേഡിയോ ട്യൂണിങ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം എക്സെട്ര. ഇനി അതേപോലെ തന്നെ സ്റ്റെതസ്കോപ്പ്, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ്, പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് മെഗാഫോൺ, ഹോണ്, ഇനി ട്രംപറ്റ്, നാഗസ്വരം പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പോസ്റ്റ് വൈബ്രേഷനും റെസോണൻസും ഒക്കെയാണ് അത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. യെസ്, ഇമ്പോർട്ടന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. പോസ്റ്റ് വൈബ്രേഷൻ റെസോണൻസ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കും. 100% ഷുവറായിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കും. യെസ്. ക്വസ്റ്റ്യൻസ് നോക്കിയ മക്കളെ, 1-2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ: ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം മീൻസ് 1 ഹെർട്സ്. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ്? എന്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സോ ഫ്രീക്വൻസി നമുക്ക് എത്രയാണ്? 1 ഹെർട്സ് എന്ന് തന്നു. 1 സെക്കൻഡ്. യെസ്. പീരീഡ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പീരീഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1π ഫ്രീക്വൻസി ആണെന്ന് അറിയത്തില്ലാത്ത ഒരാൾ പോലും ഇപ്പൊ ക്ലാസ്സിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് വരും? 1/1. 1/1 ആണല്ലോ. ആൻസർ എന്തായിരിക്കും? 1 സെക്കൻഡ്. കിട്ടിയോ? കിട്ടി. ഇങ്ങോട്ടേക്ക് പോവാണ്. അടുത്തത്: ഇഫ് എ പെൻഡുലം takes 0.5 seconds to complete one oscillation, what is its frequency? യെസ്, എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് എ പെൻഡുലം ടേക്ക് 0.5 seconds to complete one oscillation. ഒരു ഓസിലേഷൻ എടുക്കാനുള്ള സമയം എന്നുള്ള രീതിയിൽ തന്നു. അപ്പൊ ഒരു ഓസിലേഷൻ എടുക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സാധനം പീരീഡ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നോ? യെസ്. ഇത് ഈ തന്നിരിക്കുന്ന എന്താണ്? പീരീഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 1 സെക്കൻഡ് എന്ന് പറയുന്ന പീരീഡ് ആണ്. ഒരു ഓസിലേഷന് വേണ്ടുന്ന സമയം തന്നിട്ടുണ്ട്. ഒരു ഓസിലേഷന് വേണ്ടുന്ന സമയത്തിന് നമ്മൾ വിളിക്കുന്നത് എന്താണ്? പീരീഡ് എന്നാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ആണ് വേണ്ടത്. നമുക്കറിയാം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1π പീരീഡ് ആണ് എന്ന് പറഞ്ഞാൽ 1/0.5. യെസ്. ഇനി ഇവിടെ എങ്ങനെ ചെയ്യാന്നറിയോ മക്കളെ? ഡിനോമിനേറ്റർ ആണ്, അവിടെ ഒരു ഡെസിമൽ പ്ലേസ് വന്നു. ഒറ്റ ഡെസിമൽ പ്ലേസ് അല്ലേ ഉള്ളൂ. ഒറ്റ ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മേലേം താഴെയും ചെയ്യണം. മേലേം താഴെ എന്ത് ചെയ്യുന്നു? × 10 × 10 ചെയ്യുന്നു. സോ 1 × 10 എന്ന് പറയുമ്പോൾ 10 ആണ് വരിക.
ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 5 എന്ന് വന്നു. 10/5 എത്ര വരിക? 2. യൂണിറ്റും കൂടെ എഴുതി കൊടുത്തോ. യെസ്, ആൻസർ വരുന്നത് എത്രയാണ്? 2 ആയിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക. ഫ്രീക്വൻസി വരുന്നത് 2 ഹെർട്സ് ആണ്. ഓക്കെ അല്ലേടാ? ഒന്നുകൂടെ പറയാവോ? യെസ്, പറയാം. അതായത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പെൻഡുലം ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം 0.5 സെക്കൻഡ് ആണ്. ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനെ മക്കളെ നമ്മൾ വിളിക്കുന്നത് പീരീഡ് എന്നാണ്. സോ പീരീഡ് തന്നിരിക്കുന്നത് എത്രയാണ്? 0.5 സെക്കൻഡ്. എനിക്ക് വേണ്ടത് ഇവിടുന്ന് ഫ്രീക്വൻസി ആണ്. നമുക്കറിയാം മക്കളെ, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? 1π പീരീഡ് അല്ലേ? സോ 1πt എന്ന് എഴുതി. സോ 1π പീരീഡിന്റെ എത്രയാണ്? 0.5 ആണ്. സോ 1π 0.5 എന്ന് വന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലും താഴെയും ഇൻറ്റു 10 മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 × 10 10 വന്നു. 0.5 × 10 5 ആണ് വരിക. സോ 10/5. 10/5 എത്രയാണ്? 2 അല്ലേ? 10-നകത്ത് 5 എത്ര വട്ടം ഉള്ളേ? 2 വട്ടം അല്ലേ? സോ ഫ്രീക്വൻസി ആണ് വിത്ത് യൂണിറ്റ്. ആൻസർ എഴുതണം 2 ഹെർട്സ്. വേറൊരു കാര്യം പറയട്ടെ മക്കളെ, യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ അവിടെ ഒരു അരമാർക്ക് പോകട്ടെ നിങ്ങൾക്ക്. ഓക്കെ, യൂണിറ്റ് നിർബന്ധമാണ്. യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ അവിടെ നിന്ന് ഒരു അരമാർക്ക് ഓൺ ദ സ്പോട്ടിൽ പോകുന്നുണ്ടാവും. ഓക്കെ, യെസ്. മുന്നോട്ടേക്ക് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ. എ ട്യൂണിംഗ് ഫ്രോക്ക് ഓഫ് ഫ്രീക്വൻസി 5 ഹെർട്സ് ഈസ് എക്സൈറ്റഡ് and its stem is pressed on the table. Does the table vibrate in this situation? What is this phenomenon known as? Forced vibration. Forced vibration. Yes, very good. എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഈ ഒരു സിറ്റുവേഷനകത്ത് ടേബിൾ വൈബ്രേറ്റ് ചെയ്യോ? യെസ്, ഉറപ്പായിട്ടും ടേബിൾ വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഈ ഫിനോമിനെ നമ്മൾ എന്താ വിളിക്കും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. വെരി ഗുഡ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മക്കളെ എല്ലാവർക്കും ഔട്ട് ഓഫ് 100 എത്ര പെർസെന്റേജ് ഓക്കെ ആയിട്ടുണ്ട് എന്നത് വേഗം ചാറ്റ് ബോക്സിലേക്ക് ഇടാവും. അപ്പൊ ഇത്രയാകുമ്പോൾ നമ്മുടെ ചാപ്റ്റർ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗം കഴിയും. ഓക്കെ, ചാപ്റ്റർ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. സോ ആ 3-ൽ 1 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3-ൽ 1 ഭാഗം കഴിഞ്ഞു. ആ 3-ൽ 1 ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ആ ഒരു ഭാഗം നമ്മളിതാ ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ആക്കി. യെസ്, അടുത്തതിലേക്ക് പോവാണ് വേവ് മോഷൻ. നോക്കാം മക്കളെ, എന്താണ് വേവ് മോഷൻ എന്നുള്ള കാര്യം. സോ ആദ്യം തന്നെ വേവ് മോഷന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്ക്. വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതർ പാർട്സ്. എന്താണ് മക്കളെ വേവ് മോഷൻ എന്ന് നോക്കിക്കേ. വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. എനർജിയുടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മോഡാണ്. ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനെ നമുക്ക് വേവ് മോഷൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇതാ നമുക്ക് ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു അതർ പാർട്സ് ത്രൂ ഓസിലേഷൻ ഈസ് കോൾഡ് വേവ് മോഷൻ. എന്ന് പറഞ്ഞാൽ എനർജീനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഓസിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഓസിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് എനർജിയുടെ ട്രാൻസ്ഫർ, എനർജിയുടെ പ്രൊപ്പഗേഷൻ, ഒരു പാർട്ടിൽ നിന്നും മറ്റൊരു പാർട്ടിലേക്കുള്ള എനർജിയുടെ പ്രൊപ്പഗേഷനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് വിളിക്കുക. അപ്പൊ വേവ് മോഷന് കുറച്ചുകൂടെ നല്ല ഡെഫിനിഷൻ രണ്ടാമത്തേതായിരിക്കും. എന്താണ്? ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി. കണ്ടിന്യൂസ് ആയിട്ട് എനർജീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. എവിടെ നിന്ന്? ഒരു പാർട്ടിൽ നിന്നും മറ്റൊരു പാർട്ടിലേക്ക് ത്രൂ ഓസിലേഷൻ വഴി ഇതേപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വേവ് മോഷൻ എന്ന് വിളിക്കുക. കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു അതർ പാർട്സ് ത്രൂ ഓസിലേഷൻ വഴിയാണ് നമ്മൾ അത് എന്ത് ചെയ്യുക? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് വിളിക്കുക. സോ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു അതർ പാർട്സ് ത്രൂ ഓസിലേഷൻ, ഇതിനെ നമ്മൾ വേവ് മോഷൻ എന്ന് വിളിക്കും. ഇനി ഈ പറഞ്ഞ വേവിന് കുറച്ച് എക്സാമ്പിളുകൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള വേവ് മോഷൻ അല്ലെ വേവുകൾക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഡിയോ വേവ് എക്സാമ്പിൾ ആണ്, സെസ്മിക് വേവ് എക്സാമ്പിൾ ആണ്, ലൈറ്റ് വേവ് എക്സാമ്പിൾ ആണ്, സൗണ്ട് വേവ് യെസ് ഉറപ്പായിട്ടും എക്സാമ്പിൾ ആണ്. ദെൻ റിപ്പിൾസ് ഓൺ സർഫസ് ഓഫ് വാട്ടർ, വെള്ളത്തിൽ കാണുന്ന ആ ഒരു റിപ്പിൾസ് ഇല്ലേ, ഇതൊക്കെ എന്താണ്? നമുക്ക് എക്സാമ്പിൾസ് ആണ്. സൗണ്ട് വേവ്സ് വരും, ലൈറ്റ് വേവ് വരും, റേഡിയോ വേവ്സ് വരും, സെസ്മിക് വേവ് വരും,
അതേപോലെ തന്നെ എന്താണ് നമ്മുടെ വെള്ളത്തിന്റെ സർഫസിൽ കാണുന്ന ആ ഒരു ഓളം റിപ്പിൾസ് ഇതും എന്താണ് വേവ് മോഷൻസ് ആണ്. ഇനി ഈ പറഞ്ഞ വേവ് മോഷൻ എന്ന് പറയുമ്പോഴേക്കും ചില മോഷനുകൾക്ക് അല്ലെങ്കിൽ ചില വേവുകൾക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു മീഡിയം ആവശ്യമുണ്ട്. ചില വേവുകൾക്ക് ഒരു മീഡിയം ആവശ്യമുണ്ട്, ചിലർക്ക് മീഡിയത്തിന്റെ ഒന്നും ആവശ്യമില്ല. മീഡിയം ആവശ്യമുള്ള വേവാണ് ഏത്? സെസ്മിക് വേവിന് മീഡിയം ആവശ്യമുണ്ട്. സൗണ്ട് വേവിന് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുണ്ട്. ഇനി അതേപോലെ തന്നെ വേവ്സ് ഒക്കർ ഇൻ വാട്ടർ ബോഡീസ് എന്ന് വെച്ചാൽ റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ മണ്ടയിൽ കാണുന്ന ആ ഒരു റിപ്പിൾസിന് മൂവ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുണ്ട്. എന്നാൽ റേഡിയോ വേവിനോ ലൈറ്റ് വേവിനോ എക്സ്റേ വേവിനോ ഒന്നും എന്താവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. എന്ന് വെച്ചാൽ ചില വേവുകൾക്ക് ഒരു മീഡിയം ആവശ്യമുണ്ട്, ചില വേവുകൾക്ക് മീഡിയം ആവശ്യമില്ല. മീഡിയം ആവശ്യമുള്ള വേവുകളാണ് എന്ത്? സെസ്മിക് വേവ്, സൗണ്ട് വേവ്, അതേപോലെ തന്നെ വാട്ടർ ബോഡീസിൽ ഉണ്ടാവുന്ന അങ്ങനെയുള്ള വേവുകളൊക്കെ എന്താണ്? ഇങ്ങനെ മീഡിയം ആവശ്യമുള്ള വേവുകളാണ്. മീഡിയം ആവശ്യമില്ലാത്ത വേവുകളാണ് എന്ത്? റേഡിയോ വേവ്, ലൈറ്റ് വേവ്, എക്സ്റേ വേവ് ഒക്കെ മീഡിയം ആവശ്യമില്ലാത്ത വേവുകളാണ്. ഇനി നോക്കിയ മക്കളെ, ഈ പറഞ്ഞ പോലെ മീഡിയം ആവശ്യമില്ലാത്ത വേവുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നതയോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നും, ആവശ്യമുള്ള വേവുകളെ നമ്മൾ മെക്കാനിക്കൽ വേവുകൾ എന്നും വിളിക്കാം. എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, വേവുകളെ നമുക്ക് ഇത് കണ്ടോ ഇതേപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മെക്കാനിക്കൽ വേവ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. വേവ് രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വേവുകളെ ഡിവൈഡ് ചെയ്യുന്നു. വേവുകളെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് മെക്കാനിക്കൽ വേവും പിന്നെ ഒന്ന് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുമാണ്. മെക്കാനിക്കൽ വേവും പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും. മെക്കാനിക്കൽ വേവുകൾക്ക് എന്താണ്? അതിന് ഒരു മീഡിയം അവിടെ ആവശ്യമാണ്. മെക്കാനിക്കൽ വേവുകൾക്ക് മീഡിയം ആവശ്യമാണ്. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് എന്താ ആവശ്യമില്ല? ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. മെക്കാനിക്കൽ വേവ്സ് റിക്വയർസ് എ മീഡിയം. മെക്കാനിക്കൽ വേവുകൾക്ക് മീഡിയം ആവശ്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് മീഡിയത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. ഇനി മീഡിയത്തിന്റെ യാതൊരു ആവശ്യവും ഇല്ലാത്ത വേവുകൾ നോക്കി, ലൈറ്റ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വേവ്, എക്സ്റേ, അൾട്രാവയലറ്റ്, റേഡിയോ, ഇതിനൊന്നും എന്താ ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. സോ ഇവർക്കൊന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയത്തിന്റെ ആവശ്യമില്ല. ഇവരെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ എന്നാണ് വിളിക്കുക. ഇനി മെക്കാനിക്കൽ വേവുകൾ നോക്കിക്കേ. മെക്കാനിക്കൽ വേവുകൾക്ക് എക്സാമ്പിൾ ആണ് ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും പിന്നെ ഒന്ന് ട്രാൻസ്വേഴ്സ് വേവുമാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണെന്ത്? നമ്മുടെ സൗണ്ട് വേവ്. സൗണ്ട് വേവ് എന്താണ്? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ട്യൂണിഫ്രോക്ക് ഉണ്ടാക്കുന്ന വേവ് അതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഈ രണ്ട് എക്സാമ്പിൾസ് ആണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് ഈ രണ്ട് എക്സാമ്പിൾ, ഒന്ന് സൗണ്ട് വേവ്, ഏറ്റവും പ്രധാനപ്പെട്ട ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതിനൊരു മീഡിയം ആവശ്യമുണ്ട് കേട്ടോ. സൗണ്ടിന് ഒരു മീഡിയം ആവശ്യമുണ്ട്. ഇനി അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവ്, നമ്മുടെ വാട്ടർ വേവ് ഒക്കെ ട്രാൻസ്വേഴ്സ് വേവുകളാണ്. യെസ്, അപ്പം അത് തന്നെയാണ് ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അവർക്ക് എന്താവശ്യമില്ല? ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. ഇവർക്ക് ട്രാൻസ്മിഷന് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകൾക്ക് എന്നാൽ മെക്കാനിക്കൽ വേവുകൾക്ക് എന്താണ്? അവിടെ ഒരു മീഡിയം ആവശ്യമുണ്ട്. ഈ മെക്കാനിക്കൽ വേവ് രണ്ട് രീതിയിലാണ്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും പിന്നെ ഒന്ന് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ്സും ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവും. ഇവിടം വരെ മനസ്സിലായോ മക്കളെ? ഇവിടം വരെ മനസ്സിലായോ നിങ്ങൾക്ക്? യെസ് മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഔട്ട് ഓഫ് 100 എത്ര പെർസെന്റേജ് ഓക്കെ ആയിട്ടുണ്ട്? കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടാവോടാ, വേഗം ആയിക്കോട്ടെ. യെസ്, ഇനി നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനായിട്ടുള്ളത് ഈ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകളെ പറ്റിയിട്ടാണ്. അപ്പൊ പറ്റിയിട്ടാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിഫറൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. ആദ്യം തന്നെ രണ്ടിന്റെയും ഡെഫിനിഷൻ പഠിക്കാം. പഠിക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മക്കളെ നോക്കിക്കേ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ പ്രത്യേകത എന്താണ്? പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അതായത് വേവിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഈ പറഞ്ഞ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസിൽ പാർട്ടിക്കിൾസ് പോകുന്നുണ്ടാവുക. അതായത് ഇപ്പൊ ഒരു വേവ് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ മക്കളെ. ഒരു വേവ് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവാണെന്ന് വിചാരിക്കുക.
അപ്പൊ വേവ് മുന്നോട്ടേക്കാണ്. അപ്പം ഇവിടുത്തെ പാർട്ടിക്കിൾസ് എങ്ങനെയാ മൂവ് ചെയ്യാന്നറിയോ? ഇതാണ്ട് മുന്നോട്ടേക്ക് പോകുന്ന വേവ്. ഇതാണ് എന്ത്? അതിന്റെ പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ. അതിന് പാരലൽ എന്ന് പറഞ്ഞ ഇതാ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും മുകളിലേക്കും താഴേക്കും മുകളിലേക്കും താഴേക്കും മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക? പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞത് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ആ വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവൽ ചെയ്യുക. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇനിയോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസിൽ നമുക്ക് കംപ്രഷൻസും റയർഫാക്ഷൻസും ആയിരിക്കും ഉണ്ടാവുക. അപ്പം ആ വേവ് എങ്ങനെയാണെന്ന് അറിയോ മക്കളെ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു പ്രഷർ കൂടിയ സ്ഥലം, പ്രഷർ കുറഞ്ഞ സ്ഥലം, പ്രഷർ കൂടിയ സ്ഥലം, പ്രഷർ കുറഞ്ഞ സ്ഥലം, പ്രഷർ കൂടിയ സ്ഥലം, പിന്നെ പ്രഷർ കുറഞ്ഞ സ്ഥലം. യെസ്, ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി നോക്കിയേ, ആ പ്രഷർ കൂടിയ സ്ഥലത്തിനെ നമ്മൾ വിളിക്കുന്നത് പേരെന്താണെന്നറിയോ? കംപ്രഷൻസ്. പ്രഷർ കൂടിയ സ്ഥലത്തെ നമ്മൾ കംപ്രഷൻസും അതേപോലെ തന്നെ പ്രഷർ കുറഞ്ഞ സ്ഥലത്തെ നമ്മൾ റയർഫാക്ഷൻസ് എന്നുമാണ് വിളിക്കുക. റയർഫാക്ഷൻ എന്ന് പറഞ്ഞിതാ ഇതെന്താണ്? ഇത് ഒരു കംപ്രഷൻ, ഇത് റയർഫാക്ഷൻ, കംപ്രഷൻ, റയർഫാക്ഷൻ, കംപ്രഷൻ, റയർഫാക്ഷൻ, ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ രണ്ടാമത്തെ പോയിന്റ് അവിടെ നിന്നായി. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കംപ്രഷൻസ് ആൻഡ് റയർഫാക്ഷൻസ് ആർ ഫോം. കംപ്രഷനുകളും റയർഫാക്ഷൻസും ഫോം ചെയ്യുന്നുണ്ട്. കംപ്രഷൻസും റയർഫാക്ഷൻസും ഫോം ചെയ്യുന്നുണ്ട്. ഇനിയോ പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദ മീഡിയം. അവിടെ എന്താണ്? ആ ഒരു മീഡിയത്തിൽ പ്രഷർ വേരിയേഷൻസ് ഉണ്ട്. കണ്ടോ? ഇവിടെ പ്രഷർ കൂടിയ സ്ഥലം, പ്രഷർ കുറഞ്ഞ സ്ഥലം, പ്രഷർ കൂടിയ സ്ഥലം, പ്രഷർ കുറഞ്ഞ സ്ഥലം, ആ രീതിയിലല്ലേ പോകുന്നത്. അതാണ് നമ്മൾ പ്രഷർ വേരിയേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പഠിക്കണം. 3 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് കൃത്യമായിട്ട് ഇതാ ആ വേവ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അവിടെ പ്രഷർ കൂടിയ സ്ഥലത്തെ നമ്മൾ കംപ്രഷനും പ്രഷർ കുറഞ്ഞ സ്ഥലത്തെ നമ്മൾ റയർഫാക്ഷൻ എന്നും വിളിക്കും. അതുകൂടാതെ എന്താണ്? ആ 3 പോയിന്റുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 3 പോയിന്റുകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം. ഒന്ന്, പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അത് എങ്ങോട്ടേക്കാണോ വേവ് പോകുന്നത് അതിന് പാരലൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ കംപ്രഷൻസും റയർഫാക്ഷൻസുമാണ് ഫോം ചെയ്യുന്നത്. പ്രഷർ വേരിയേഷൻസ് ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ നോക്കിയ മക്കളെ, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ് എങ്ങനെയാണെന്ന് അറിയോ? പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ. ഇവിടെ പാരലൽ ആയിരുന്നില്ലേ, ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് വേവ് പോകുന്നതെങ്കിൽ ഇതാണ് വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഡയറക്ഷൻ. സോറി, ഇവിടെ ഞാനിപ്പം പെർപെൻഡിക്കുലർ വരെ പാരലൽ ആയിട്ടാണല്ലോ അല്ലെ കാണിച്ചത്. യെസ്, സോറി. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസിൽ എങ്ങനെയാണ്? പാരലൽ ആയിട്ടായിരിക്കും. ദാറ്റ് മീൻസ് വേവ് ഇതാ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ഇതേ ഡയറക്ഷൻ തന്നെ. ഓക്കെ, വേവ് പോകുന്ന അതേ ഡയറക്ഷൻ, അതാണ് നമ്മൾ പാരലൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേവ് എങ്ങോട്ടേക്കാണോ പോകുന്നത്, മുന്നോട്ടേക്കാണെങ്കിൽ അതേ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആ ഒരു പാർട്ടിക്കിൾസ് പോവുക. ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ പെർപെൻഡിക്കുലർ ആണ്. വേവ് ഇത് ഇങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ, മുകളിലേക്കും താഴേക്കും, മുകളിലേക്കും താഴേക്കും, മുകളിലേക്കും താഴേക്കും, ഇങ്ങനെ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇനി അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ആണ് ഡയറക്ഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേവ് എങ്ങനെയായിരിക്കും കിട്ടുക എന്നറിയോ? വേവ് ഇതാ ഇങ്ങനെയായിരിക്കും വരിക. ഇങ്ങനെയായിരിക്കും വേവ് ഉണ്ടാവുക. യെസ്, ഇങ്ങനെയായിരിക്കും നമുക്ക് ആ വേവ് വരിക. എന്ന് വെച്ചാൽ വേവിൽ ഒരു ഉയർന്ന പോർഷൻസ് ഉണ്ടാവും. ഇങ്ങനെ മുകളിലേക്കായിട്ടുള്ള ഇങ്ങനെ ഒരു ഉയർന്ന പോർഷൻസ് ഉണ്ടാവും. ആ ഉയർന്ന പോർഷനെ നമ്മൾ വിളിക്കുന്നത് ക്രെസ്റ്റ് എന്നാണ്. ആ ഉയർന്ന പോർഷൻ, മുകളിലേക്കുള്ള പോർഷനെ നമ്മൾ ക്രെസ്റ്റ് എന്നും അതേപോലെ തന്നെ താഴേക്കുള്ള പോർഷനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ട്രഫ് എന്നുമാണ്. സോ ക്രെസ്റ്റും ട്രഫും ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ക്രെസ്റ്റും ട്രഫും ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഇനി അവിടെ നിങ്ങൾ നോക്കി എന്തെങ്കിലും പ്രഷറിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ? ഇല്ല, പ്രഷർ വേരിയേഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നോക്കിയ മക്കളെ, 3 പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന്, പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെങ്കിൽ അത് പാരലൽ ആണ്. ഇനി അവിടെ നമുക്ക് കംപ്രഷൻസും റയർഫാക്ഷൻസും ആണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിനകത്ത് എന്താണ്? ക്രെസ്റ്റും ട്രഫും ആയിരിക്കും ഫോം ചെയ്യുക.
ക്രസ്റ്റും ട്രഫും ആയിരിക്കും ഫോം ചെയ്യുക. ആൻഡ് ഉറപ്പായിട്ടും എന്തുണ്ടാവില്ല, യാതൊരു രീതിയിലുള്ള പ്രഷർ വേരിയേഷൻസും ഉണ്ടാവില്ല. പ്രഷർ വേരിയേഷൻസ് ഒന്നും തന്നെ ഇവിടെ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ലോജിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ എന്റെ മക്കൾ എല്ലാവരും എഴുതും എന്ന് പ്രതീക്ഷിക്കുന്നു. ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും ഔട്ട് ഓഫ് 100 എത്ര പെർസെന്റേജ് ഓക്കെ ആയിട്ടുണ്ട്, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോടാ. എല്ലാവരും ഒന്ന് വേഗം ചെയ്യാവോ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി നമുക്ക് വേവിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ വേവുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് പഠിക്കണം. നമ്മൾ കേട്ട് പരിചയമുള്ള നമുക്കറിയാവുന്ന ടേംസ് തന്നെയാണ്. ഒന്ന് ആംപ്ലിറ്റ്യൂഡ്, അറിയത്തില്ലാത്ത ആരും ഇല്ലല്ലോ. ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതാണ് ആംപ്ലിറ്റ്യൂഡ്. ഇനി രണ്ടാമത്തേത് ഫ്രീക്വൻസി. എന്തായാലും ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ആണോ? യെസ്. ഇനി എന്താണ് പീരീഡ്? പീരീഡ് നമുക്കറിയാം. എന്തായിരുന്നു പീരീഡ് നമ്മൾ പറഞ്ഞത്? ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ. പിന്നെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് വേവ് ലെങ്തും പിന്നെ ഒന്ന് സ്പീഡ് ഓഫ് വേവ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോ പഠിക്കാനായിട്ടുള്ളത്. സോ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും മക്കളെ നമ്മൾ എടുത്തെടുത്ത് പഠിക്കാൻ പോവാണ്. ആദ്യത്തേത് ആംപ്ലിറ്റ്യൂഡ്. യെസ്, നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ ആയിരുന്നു നമ്മൾ എന്തെന്ന് വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ ഒരു വേവ് തന്നാൽ ആ വേവിന്റെ ഈ ഒരു ഇതാ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഒരു ഹൈറ്റ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതാ ഈ ഒരു താഴേക്കുള്ള ഈ ഒരു ഹൈറ്റ് നോക്കിയാൽ മതി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ടാവുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ഇതിനെയായിരിക്കും നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ദ ഫിഗർ വിച്ച് ആർ ദ പോയിന്റ്സ് വിത്ത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. എവിടെയൊക്കെയാ? ഒന്ന് എയിലും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്, സിയിലും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് നമ്മൾ നേരെ ഇതാ ഇവിടെ നോക്കിയാൽ മതി. എത്രയാ? മണ്ടയിലേക്ക് 2 സെന്റിമീറ്ററല്ലേ പോയിട്ടുള്ളത്. അതായത് യൂണിറ്റ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് 2 സെന്റിമീറ്റർ. അപ്പൊ എന്തായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് ഇതേപോലെ ഗ്രാഫ് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കൂ കേട്ടോ. ഗ്രാഫ് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ്? എന്തോ ആദ്യത്തെ ചോദ്യത്തിന് ഈ ഉത്തരവല്ലേ? ഈ ഉറപ്പായിട്ടും യെസ്, ഇയും ഉണ്ട് കേട്ടോ. യെസ്. അപ്പം എന്താ സംഭവം? ഒന്നെങ്കിൽ ഇതാ മുകളിലേക്കുള്ള മാക്സിമം ഹൈറ്റ്, അല്ലെ താഴേക്കുള്ള, അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റും മാക്സിമം ഡെപ്തും ആ പോയിന്റാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ്ട് ഈ ഇത്രയും ഡിസ്പ്ലേസ്മെന്റ്, ഇത്രയും ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഉറപ്പായിട്ടും ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. ഈ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു വേവ് തന്ന് നമ്മളോട് ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചു ചെയ്താ ഈ ഹൈറ്റ് നോക്കിയിട്ട് എത്രയാണെന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. അത് എവിടെയായിരിക്കും? നമ്മൾ നേരെ ചെയ്താ ഈ വൈ ആക്സിസിലേക്ക് നോക്കുക, ആ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി, അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. സോ അതാണ് ആംപ്ലിറ്റ്യൂഡ്. നമുക്കറിയാം മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ, അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. ഇനി രണ്ടാമത്തെ ടേം നോക്കിയേ, പീരീഡ് ആണ്. യെസ് മക്കളെ, എന്താണ് പീരീഡ് എന്ന് പറഞ്ഞാൽ? ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ. യെസ്. അപ്പൊ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പീരീഡ് എന്ന് വിളിക്കുക. അപ്പൊ നോക്കിയ മക്കളെ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ. എന്താ മക്കളെ 1 വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ? അതും കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാ ഇങ്ങനെ വന്ന് ഒരു ക്രസ്റ്റും അതേപോലെ തന്നെ ഒരു ട്രഫും ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഒരു വൈബ്രേഷൻ എന്ന് പറയാം. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി തിരിച്ചിതാ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിലാണ് എന്ത് വരിക? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. അതിലെടുത്ത സമയം എത്രയാ നോക്കിയാൽ നിങ്ങൾ? സമയം എവിടെയാ ഉള്ളത്? സമയം കിടക്കുന്നത് എക്സ് ആക്സിസിലാണ്. നോക്കുന്നത് മാറിപ്പോലെ എക്സ് ആക്സിസിലാണ്. അതെത്രയാണ്? ഇത്ര എടുത്തപ്പം എത്ര സമയം എടുത്തു? 0 നിന്ന് തുടങ്ങി 1 വരെ. എത്രയാണ് ആ സമയം? 1 സെക്കൻഡ് അല്ലേ? 1 സെക്കൻഡ്. ഇതാ ഈ ടൈമിന്റെ ബ്രാക്കറ്റിൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ദ വേവ്? എത്രയായിരിക്കും അപ്പൊ പീരീഡ് വരിക? ഒരു ഡൗട്ടും വേണ്ട. എത്രയാണ്? 1 സെക്കൻഡ് തന്നെയാണ്. 1 സെക്കൻഡ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ദാറ്റ്സ് ഇറ്റ്. പീരീഡ് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ.
അടുത്ത് നോക്കടാ, ഫ്രീക്വൻസി. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ചോദിച്ചാൽ മക്കളെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഗ്രാഫ് വന്ന് ചോദിച്ചാ യെസ്. അടുത്ത നോക്ക്, അടുത്തതായിട്ട് എന്താണ് ഫ്രീക്വൻസി നിങ്ങൾക്ക് അറിയാം. ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് ദാറ്റ് പാസ് ത്രൂ ദ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. എന്താണ്? ഒരൊറ്റ സെക്കൻഡിലുള്ള സൈക്കിളുകളുടെ എണ്ണം. ഒരൊറ്റ സെക്കൻഡിലുള്ള സൈക്കിളുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. അപ്പൊ നോക്കിയേ, ഇവിടെയാണ് 0 വരുന്നത്, ഇവിടെയാണ് ഒരൊറ്റ സെക്കൻഡ്. ഈ ഒരൊറ്റ സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ഇവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്? 1 അല്ലെ? ഒറ്റ സൈക്കിൾ. ഒരു വട്ടം ഇങ്ങനെ വലയിലേക്ക് പോയി തിരിച്ചതാ വന്നതേ ഉള്ളൂ. ഒറ്റ സൈക്കിളെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എത്രയായിരിക്കും വരിക? 1 hertz. ഫ്രീക്വൻസി എത്രയായിരിക്കും? 1 ഹെർട്സ് ആയിരിക്കും അപ്പൊ ഫ്രീക്വൻസി വരിക. ഒറ്റ തവണയല്ലേ കംപ്ലീറ്റ് ആക്കിയുള്ളൂ, അതുകൊണ്ട് 1 ഹെർട്സ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു 3 ടൈം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ നേരത്തെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ഈ 3 പേര്. അടുത്തത് നോക്കടാ, വേവ് ലെങ്ത് ആണ്. എന്താണ് മക്കളെ ഒരു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് വേവ് ലെങ്ത്? അതിന് മുമ്പായിട്ട് വേവ് ലെങ്തിനെ നമ്മൾ കാണിക്കുന്നത് ഇതാ ഈ ലെറ്റർ വെച്ചിട്ടാണ്. ലാംഡ എന്ന് നമ്മൾ വിളിക്കും. ലാംഡ ലെങ്ത് ആണ്. യൂണിറ്റ് എന്തായിരിക്കും വരിക? മീറ്റർ ആണ്. വേവ് ലെങ്തിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ലാംഡ. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് വേവ് ലെങ്ത് എന്ന് പഠിച്ചു വെച്ചേക്കുക. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ്. 2 അടുത്തടുത്തുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള, അതായത് ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള 2 പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതിനെ നമുക്ക് ഒന്നെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയാം. ഇതിനേക്കാളും എളുപ്പം പറഞ്ഞുതരാവേ. ജസ്റ്റ് നോക്കി വെച്ചോ. എന്നുവെച്ചാൽ എന്താണ്? 2 അതായത് കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ്, ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കാം. അതിനേക്കാളും എളുപ്പം എന്താണെന്നറിയോ? അതായത് അടുത്തടുത്തുള്ള 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ്, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള 2 ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ വേവ് ലെങ്ത് എന്ന് വിളിക്കാം. നിങ്ങൾ ഇത് ഓർത്താൽ മതി. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് ട്രഫ്. അടുത്തടുത്തുള്ള 2 ക്രസ്റ്റുകൾ അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വേവ് ലെങ്ത് എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ നോക്കിക്കേടാ. യെസ്, അതായത് 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് കണ്ടോ, ഇതൊരു ക്രസ്റ്റ് ആണ്, ഇത് അടുത്തൊരു ക്രസ്റ്റ് അല്ലേ. സോ ഇവര് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കാം. 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി അങ്ങനെ തന്നെ വേണമെന്നുണ്ടോ? ഇല്ല. ഇത് കണ്ടോ, ഇതൊരു ട്രഫാണ്, ഇതും ഒരു ട്രഫാണ്. സോ ഈ 2 ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വേവ് ലെങ്ത് എന്ന് വിളിക്കാം. അപ്പോ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയോ നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കാം. 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് ട്രഫ്, ഇതിനെ നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസാ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ ഇങ്ങനെയല്ലേ വരിക. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ കേസിലോ എന്ത് ചെയ്താൽ മതി? 2 അടുത്തടുത്തുള്ള കംപ്രഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ 2 റയർ ഫ്രാക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് ഈ പറഞ്ഞ വേവ് ലെങ്ത് ആയിട്ട് എടുക്കാം. അതും ഓർത്ത് വെച്ചേക്കുക. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് റയർ ഫ്രാക്ഷൻസ് ഈസ് കൺസിഡേർഡ് ആസ് ദ വേവ് ലെങ്ത് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ കേസിൽ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ 2 കംപ്രഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ 2 റയർ ഫ്രാക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വേവ് ലെങ്ത് എന്ന് വിളിക്കാം. അതായത് ഒരു വേവിന്റെ ലെങ്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? വേവ് ലെങ്ത്. ബുദ്ധിമുട്ടില്ലല്ലോടാ? മനസ്സിലായോ? യെസ്. അപ്പം അതാണ് വേവ് ലെങ്ത് വരിക. അടുത്തതാണ് സ്പീഡ്. എന്താണ് സ്പീഡ് ഓഫ് എ വേവ്? സ്പീഡ് ഓഫ് എ വേവ് നോട്ട് ചെയ്യണം. സ്പീഡ് ഓഫ് എ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. എന്താ മക്കളെ പറഞ്ഞേ? ഒരു സെക്കൻഡിൽ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് സ്പീഡ് എന്ന് വിളിക്കാം. എന്താ നോക്ക്? സ്പീഡ് ഓഫ് എ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ആ ഒരു വേവ് ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് വിളിക്കുക. ഇനി സ്പീഡിന്റെ യൂണിറ്റ് വരുന്നത് എന്താണെന്നറിയോ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്.
സോ നോക്ക്, ദ സ്പീഡ് ഓഫ് ദ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, സ്പീഡ് ഓഫ് ദ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് വിളിക്കുക. ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, സ്പീഡ് ഓഫ് ദ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ആൻഡ് സ്പീഡിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് അറിയത്തില്ലാത്ത ആരും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇതാ ഇവിടെ നമുക്ക് സ്പീഡിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? സ്പീഡ് നമ്മൾ സ്മോൾ ലെറ്റർ വി ആണ് ഉപയോഗിക്കുക. സോ വി ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? വി ഈസ് ഈക്വൽ ടു എഫ് ബൈ ലാംഡ ആണോ? എഫ് ലാംഡ ആണോ? F lambda. യെസ്, എഫ് ലാംഡ എന്നാണ് കേട്ടോ. എഫ് ഇൻറ്റു ലാംഡ എന്ന് വെച്ചാൽ എഫ് ലാംഡ എന്നെടുത്താലും മതി. സോ വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ, അല്ലെ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നാണ് ഇക്വേഷൻ വരിക. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഉറപ്പിച്ചോളുക. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. അത് ചിലപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാനാകാം, ചിലപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാകാം, അല്ല ചിലപ്പം വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാകാം, എന്ത് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിലും വരാം. പക്ഷെ ഈ ഒരു ഇക്വേഷൻ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു എളുപ്പവഴിയും കൂടെ പറഞ്ഞുതരാം. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, യെസ്, ഇങ്ങനെ ട്രയാങ്കിൾ. ഇത് നോക്കി, ഈ ട്രയാങ്കിൾ ഇതാ ഇങ്ങനെ വരയ്ക്കൂ കേട്ടോ. നോക്കിയ മക്കളെ, ഈ ട്രയാങ്കിളിന്റെ മണ്ടഭാഗം, ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ മണ്ടഭാഗം ഇതാ ഇങ്ങനെ പോലില്ലേ, വി തിരിച്ചിട്ട പോലില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോയിട്ട് വി ഇടുന്നു. ഇനി ബാക്കി രണ്ടാൾക്കാർ എന്താണ്? എഫും ലാംഡയും. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താ? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. നമുക്ക് വി എ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുക? വി ജസ്റ്റ് ഒരു വിരലുകൊണ്ട് പൊത്തിപ്പിടിക്കുക, നേരെ എഫ് ലാംഡ, എഫ് ഇൻറ്റു ലാംഡ. ഇനി എഫ് ആ വേണ്ടെന്നുണ്ട്, എഫിനെ കൈകൊണ്ട് പൊത്തിപ്പിടിക്കുക. അപ്പൊ എന്ത് വരും? വി ബൈ ലാംഡ. ലാംഡയാ വേണ്ടെങ്കിലോ, ലാംഡ കൈകൊണ്ട് പൊത്തിപ്പിടിക്കുക, എന്താണ്? വി ബൈ എഫ്. കണ്ടോ? 3 ഇക്വേഷൻസ് കിട്ടിയതുണ്ടോ? നോക്ക്, എന്താണ്? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ, വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. അതേപോലെ തന്നെ എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ ആൻഡ് ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ്. ഈ 3 ഇക്വേഷൻസ്, ഈ 3 ഇക്വേഷൻ നമുക്ക് ഈ ജസ്റ്റ് എന്താണ് ഈ ഒറ്റ ഫിഗറിനകത്ത് എന്ന് പറയാം. അതായത് നോക്കിയ മക്കളെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് നമ്മൾ ആ ട്രയാങ്കിൾ വരയ്ക്കുന്നു. ആ ട്രയാങ്കിൾ വരയ്ക്കുന്നു, അതിനുശേഷം നോക്ക്, ഇങ്ങനെയാണ് നമ്മളത് വരയ്ക്കുന്നത്. എനിക്ക് വേണ്ടത് വി ആണെന്ന് വിചാരിക്കുക. സോ വി ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് വി എന്ന് ആ വിരലുകൊണ്ട് പൊത്തിപ്പിടിക്കുക. ബാക്കി കാണുന്നത് എന്താ? എഫ് ലാംഡ. സോ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ, ഫസ്റ്റ് ഇക്വേഷൻ. ഇനി എഫ് ആണ് വേണ്ടതെങ്കിലോ, എഫ് ജസ്റ്റ് വിരലുകൊണ്ട് പൊത്തിപ്പിടിക്കുക. സോ വി ബൈ എഫ്. ലാംഡ വേണ്ടെങ്കിലോ, ലാംഡ ജസ്റ്റ് വിരലുകൊണ്ട് പൊത്തിപ്പിടിക്കുക. അപ്പൊ എന്ത് വരും? വി ബൈ എഫ്. കണ്ടോ? 3 എണ്ണം കിട്ടിയത് കണ്ടോ? Yes, sir. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അതാണ് സ്പീഡ് ഓഫ് ദ വേവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. യെസ് മക്കൾ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഔട്ട് ഓഫ് 100 എത്ര പെർസെന്റേജ് ഓക്കെ ആയിട്ടുണ്ടെന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോടാ. യെസ്, ഓക്കെ, യെസ് യെസ് യെസ്. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. നോക്ക്, ദ സ്റ്റേറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ വേവ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈസ് ഡെപിക്റ്റഡ് ഇൻ ദ പിക്ചർ. നമ്മളോട് എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഹൗ മെനി ക്രസ്റ്റ് ആർ ദർ? എണ്ണി നോക്കിയിട്ട് പറ, എത്ര ക്രസ്റ്റ് ഉണ്ട്? 3. നോക്കടാ, 2, 3 ക്രസ്റ്റ്. എത്ര ക്രസ്റ്റ് ഉണ്ട്? അത് 3 തന്നെയാണ് അല്ലേ? യെസ്. ആർക്കെങ്കിലും വേവ് ലെങ്ത് എത്രയാന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും വേവ് ലെങ്ത് എത്രയാന്ന് പറയാൻ പറ്റുമോ? 8. 8 എന്ന് വെറുതെ പറഞ്ഞാൽ അത് വേവ് ലെങ്ത് ആവോ? 8 എന്ന് വെറുതെ പറഞ്ഞാൽ അത് വേവ് ലെങ്ത് ആവും? 8 മീറ്റർ അല്ലേ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നപ്പം ഇതാ ഇങ്ങനെ എത്തുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഒരു വേവ് എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഈ ഡിസ്റ്റൻസ് നോക്കിയാലും മതി, ഒരു വേവ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഡിസ്റ്റൻസ് നോക്കിയാലും മതി. അപ്പം 8 എന്നാണ് കിട്ടുക. വിത്ത് യൂണിറ്റ് എഴുതിയിട്ടില്ലേ, മാറില്ല. 8 മീറ്റർ എന്ന് തന്നെ എഴുതിയിരിക്കണം. 8 മീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ്
ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എഴുത്. ആദ്യം ഫ്രീക്വൻസി തന്നു. ഫ്രീക്വൻസി എത്രയാണ്? 35 ഹെഡ്സ്. ഹെഡ്സ് ആണ് കേട്ടോ ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. ഇനി അതേപോലെ തന്നെ സ്പീഡ് വി തന്നിട്ടുണ്ട്. വി എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻ. ഏടാ മക്കളെ, രണ്ട് കംപ്രഷനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാ ചോദിച്ചത്. രണ്ട് കംപ്രഷനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചാൽ അതെന്താടാ? വേവ് ലെങ്ത് ആണോ? ആണോ? Yes, sir. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മറ്റേ ട്രയാങ്കിൾ വരയ്ക്കുവാണ്. വി എഫ് ലാംഡ. എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് വേണ്ടത് ആരാണ്? ലാംഡയാണ്. സോ ലാംഡയുടെ ഇക്വേഷൻ ഇവിടെ നിന്ന് എഴുതാൻ എന്തെങ്കിലും ഇനി ബുദ്ധിമുട്ടുണ്ടോ നോക്ക്. ലാംഡ വി ബൈ എഫ്. ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ് ആണ്. യെസ്. അപ്പൊ വി എത്രയാ? വി 350 ആണ്. ഡിവൈഡഡ് ബൈ എഫ് വന്നത് 35 ആണ്. 35 ബാക്കി എത്രയാണ്? 10 മീറ്റർ എന്നാണ് ആൻസർ കിട്ടിയേ. യെസ്, വെരി ഗുഡ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റെയർ ആക്ഷൻ. രണ്ട് അടുത്തടുത്തുള്ള റെയർ ആക്ഷൻസിന്റെ ഡിസ്റ്റൻസ് എന്താ? ഒരു ഡൗട്ടും വേണ്ട. അതും എന്ത് തന്നെയാണ്? സെയിം വേവ് ലെങ്ത് തന്നെ ആയിരിക്കും വരിക. 10 മീറ്റർ തന്നെയാണ് വരുന്നത്. സെയിം ആൻസർ 10 മീറ്റർ തന്നെ അല്ലേടാ? അല്ലേ? യെസ്. തെറ്റാണെന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടില്ലാന്ന് വിചാരിക്കുന്നു. യെസ്. അടുത്തത് a sound wave with a frequency of 175 hertz. A sound wave with a frequency of 175 hertz has a wavelength of 2 meter. Calculate the speed of the sound. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒന്ന് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു 175 ഹെഡ്സ് എന്നാണ് തന്നിട്ടുള്ളത്. എഫ് ഈസ് ഈക്വൽ ടു 175 ഹെഡ്സ്. വേവ് ലെങ്ത് ലാംഡ തന്നിട്ടുണ്ട്. സോ ലാംഡ ഈസ് ഈക്വൽ ടു 2 മീറ്റർ. കാൽക്കുലേറ്റ് ദ സ്പീഡ്. 350 meter by second. വി ഈക്വൽ ടു നമുക്ക് ലാംഡ ആണെന്ന് അറിയാം. സോ എഫ് എത്രയാണ്? 175 ആണ്. ഇൻറ്റു 2 175 350 എന്നായിരിക്കും കിട്ടുക. പക്ഷെ വിത്ത് യൂണിറ്റ് എഴുതിയാലേ മാർക്ക് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. വിത്ത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ്. 350 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണോ? Okay, sir. എടാ മക്കളെ, വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇത്രയും പറഞ്ഞത് ഔട്ട് ഓഫ് 100 എത്ര പെർസെന്റേജ് ഓക്കെ ആയാലും ചാറ്റ് ബോക്സിൽ ഇടാവോ? നമുക്കൊന്ന് വേഗം നോക്കുവാണെങ്കിൽ ഈ ചാപ്റ്റർ അങ്ങ് ഫിനിഷ് ചെയ്തേക്കായിരുന്നു. യെസ് 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 യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. Sorry, mute. കേൾക്കുന്നില്ല. യെസ് യെസ് യെസ്, ഓക്കെ അല്ലേ? അതാണ്ട് അടുത്ത കാര്യത്തിലേക്ക് പോവാണ്. അടുത്തതാണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. കുറച്ച് സ്പീഡിൽ പോവാണ്. ഇനിയിപ്പോ ഉള്ള കാര്യങ്ങൾ ഇച്ചിരി എളുപ്പമാണ്. സോ കുറച്ച് സ്പീഡിൽ പോവാണ്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. മക്കളെ വേറൊന്നും ഇല്ലടാ. സൗണ്ട് വേവ് എന്ത് ചെയ്യുന്നുണ്ടാവും? റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു സ്മൂത്ത് സർഫസ് ആണെന്നുണ്ടെങ്കിൽ സൗണ്ട് വേവ് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ അതാണ് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ 2 PVC പൈപ്പ് വെക്കുന്നു. ഇവിടെ ഒരു മിറർ വെക്കുകയാണ്. മിറർ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്. ആൻഡ് ഇവിടെ എന്താണ്? ജസ്റ്റ് ഒരു സൗണ്ട് എന്തെങ്കിലും ആക്കുന്നു. അപ്പൊ എന്താ? ഇപ്പോഴത്തോടെ നമുക്ക് കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മൂത്ത് സർഫസ് സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് ദ സൗണ്ട് മോർ ഇഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസ്. റഫ് സർഫസിനേക്കാളും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് സൗണ്ടിനെ റിഫ്ലക്ട് ചെയ്യും. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഒന്ന്, നമ്മുടെ സൗണ്ട് ബോർഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ ഹാളിന്റെ ഒക്കെ പുറകിലായിട്ട് ഇതാണ്ടോ ഇങ്ങനെ ഒരു ബോർഡ് കാണാം. ഓക്കെ, ഇങ്ങനെ ഒരു ബോർഡ് കാണാം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സൗണ്ട് ബോർഡ് എന്നാണ്. എന്ന് വെച്ചാൽ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോഴേക്കും ആ ഒരു സൗണ്ട് ഇതാണ്ട് എല്ലായിടത്തേക്കും ഇതേപോലെ റിഫ്ലക്ട് ചെയ്ത് എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ് സൗണ്ട് ബോർഡ് വരുന്നുണ്ടാവുക. സോ സൗണ്ട് ബോർഡ് യെസ്. സോ സൗണ്ട് ബോർഡ് ആണ് ഒരു എക്സാമ്പിൾ. ഇനി അതേപോലെ തന്നെ
പിന്നെ നമ്മുടെ ഹാളിന്റെ ഒക്കെ കേർവ്ഡ് ആയിട്ടുള്ള സീലിങ്സ്, ഹാളിന്റെ ഒക്കെ സീലിങ്സ് ഇങ്ങനെ കെർവ് ആയിട്ടായിരിക്കും വരിക. അങ്ങനെ കെർവ്ഡ് സീലിങ്സ് ഇൻ ഹാളിൽ വരുന്ന കേർവ്ഡ് ആയിട്ടുള്ള സീലിങ്സ് ഒക്കെ ഇതേപോലെ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന് എക്സാമ്പിൾ ആണ്. സൗണ്ട് ബോർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് കേർവ്ഡ് സീലിങ്സ് ഇൻ ഹാളിലൊക്കെ കാണുന്ന ഈ കേർവ് ആയിട്ടുള്ള സീലിംഗ് ഒക്കെ ഇതുണ്ടോ, ഇതേപോലെ എന്താണ് കേർവ്ഡ് ആയിട്ടായിരിക്കും വരിക. സോ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എവിടെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് നോക്കി വെക്കുക. അടുത്ത നോക്കുക, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. എന്താണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ? അതായത് ഈ റിഫ്ലക്ട് ചെയ്ത സൗണ്ട് വീണ്ടും വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നു. റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അഗെയിൻ. ദിസ് ഈസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓൾറെഡി റിഫ്ലക്ട് ചെയ്ത സൗണ്ട് വീണ്ടും 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 ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, യെസ്. അപ്പം അതായത് എന്താണ് ഒരു സോഴ്സിൽ നിന്ന് പോകുന്ന ഈ സൗണ്ട് എന്താണ് പല സ്ഥലത്ത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. മുന്നോട്ടേക്ക് പോകുമ്പോഴേക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. വളരെ ഇമ്പോർട്ടന്റ്. സോ പഠിച്ചു വെക്കണം. എക്സാമിന് ചിലപ്പം എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നടക്കം ചോദിക്കാറുള്ളതാണ്. സോ ഒന്ന് നോക്കി വെച്ചേക്കുക. നോക്കി, ദ ഓഡിറ്ററി എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സൗണ്ട് എന്ന് വെച്ചാൽ ഒരു സൗണ്ട് കാരണം ഉണ്ടാകുന്ന ഓഡിറ്ററി എക്സ്പീരിയൻസ്, ഒരു സൗണ്ട് കാരണം ഉണ്ടാകുന്ന ഓഡിറ്ററി എക്സ്പീരിയൻസ് എന്താണ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സൗണ്ട് പെർസിസ്റ്റ് ഫോർ 1/10 ഓഫ് എ സെക്കൻഡ്. എന്താണ് ഒരു സൗണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഓഡിറ്ററി എക്സ്പീരിയൻസ് നമ്മുടെ ചെവിയിൽ എത്രയാണ് 1/10 ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ 1/10 സമയത്ത് നമ്മുടെ ചെവി നിൽക്കുന്നുണ്ടാവും. യെസ്, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ദിസ് ക്യാരക്ടറിസ്റ്റിക് ഈസ് നോൺ ആസ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് വിളിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം വിഷം പഠിച്ചുകൊണ്ട് ഇടയ്ക്ക് അത് കയറി വന്നു. ഓക്കെ, യെസ്, ഇതിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് വിളിക്കുക. വേറൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന ഒരു ഓഡിറ്ററി എക്സ്പീരിയൻസ്, ഒരു സൗണ്ട് കാരണം അല്ലെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഡിറ്ററി ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ചെവിയിൽ എത്ര സമയം നിൽക്കുന്നു പറഞ്ഞു 1/10 ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ 10/1. ഓക്കെ, ഒരു സെക്കൻഡിന്റെ 10/1 ആയിരിക്കും നമ്മുടെ ചെവി നിൽക്കുക. എന്ന് വെച്ചാൽ എത്രയാണ് 0.1 അല്ലേ? യെസ്, അത്രയും നേരമായിരിക്കും നമ്മുടെ ചെവി നിൽക്കുന്നുണ്ടാവുക. ഇതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് വിളിക്കുക. ഇനി ഈ ഒരു സമയത്ത് വേറൊരു സൗണ്ട് വരികയാണെങ്കിൽ, ഇഫ് അനദർ സൗണ്ട് ഫാൾസ് ഓൺ ദ ഇയർ ഡ്യൂറിംഗ് ദിസ് ടൈം, ഈ ഒരു സമയത്ത് വേറൊരു സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഫെൽറ്റ് ആസ് ദേ ആർ ഹേർഡ് ടുഗദർ. അപ്പൊ നമുക്ക് എന്താണ് ഇത് രണ്ടും നമുക്ക് ഒന്നിച്ചാണ് കേട്ടത് എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. ഇഫ് അനദർ സൗണ്ട് ഫാൾസ് ഓൺ ദ ഇയർ ഡ്യൂറിംഗ് ദിസ് ടൈം, ഈ സമയത്ത് തന്നെ മറ്റൊരു സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് വരികയാണെങ്കിൽ ഈ രണ്ട് സൗണ്ടും കൂടി ഒന്നിച്ച് കേട്ടതുപോലെ ഒരു ഫീലിംഗ് ആയിരിക്കും മക്കളെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ദാറ്റ്സ് ഇറ്റ്. ഇതിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് വിളിക്കുക. എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ് നമ്മൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു സൗണ്ട് കേൾക്കുന്നു, ആ കേട്ട സൗണ്ട് എത്രയാണ് 1/10 സെക്കൻഡ് നമ്മുടെ ചെവിയിൽ പെർസിസ്റ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണോ? അത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി അടുത്തതാണ് എക്കോ. യെസ്, എന്താ മക്കളെ എക്കോ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയാം എന്താണ് എക്കോ എന്ന് പറഞ്ഞാൽ? എക്കോ ഇസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു റിഫ്ലക്ഷൻ ഓഫ് ഇനീഷ്യൽ സൗണ്ട്. അതായത് ആദ്യത്തെ സൗണ്ട് റിഫ്ലക്ഷൻ നടക്കുന്നത് കാരണം, ആദ്യത്തെ സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്നത് കാരണം നമ്മൾ കേൾക്കുന്ന ഒരു സൗണ്ട്. സോ എക്കോ ഇസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ഇനീഷ്യൽ സൗണ്ട്. നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് ഒരു കുറച്ചു നേരത്തിന് ശേഷം വീണ്ടും കേൾക്കുന്നു. ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് കുറച്ചു നേരത്തിന് ശേഷം വീണ്ടും കേൾക്കുന്നു. ഇതിനെയാണ് നമ്മൾ എക്കോ എന്ന് വിളിക്കുക. യെസ്, അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്കോ ഉണ്ടാവാനുള്ള റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് എക്കോ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് എഴുതി കൊടുക്കണ്ടേ? റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, സോ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് കാരണമാണ് എന്തുണ്ടാവുന്നത്? എക്കോ ഉണ്ടാവുന്നത്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് കാരണമാണ് എക്കോ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. എന്നുവെച്ചാൽ എന്താണ് എക്കോ എന്ന് പറഞ്ഞാൽ? എക്കോ ഇസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ഇനീഷ്യൽ സൗണ്ട്. ആദ്യത്തെ സൗണ്ട് റിഫ്ലക്ഷൻ നടക്കുന്ന കാരണം, ആദ്യത്തെ സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്നത് കാരണം
കുറച്ചു നേരത്തിന് ശേഷം നമ്മൾ കേൾക്കുന്ന ആ ഒരു സൗണ്ട്, ആ സെയിം സൗണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എക്കോ എന്ന് വിളിക്കുക. എക്കോ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. യെസ്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലായി. ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് കേൾക്കുന്നുണ്ടോ എല്ലാവരും? Yes, sir. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ്ട് ഈ എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസുമായിട്ട് എത്ര ദൂരത്തിലാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? 17.5. 17.5. അങ്ങനെ നമുക്ക് കൃത്യമായിട്ടും ആ ഒരു എക്കോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസുമായിട്ട് എത്ര ഡിസ്റ്റൻസ് വേണം? ഒരു 17.5 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആ ഒരു സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുക. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഫോർ ദ എക്കോ ഈസ് ടു ബി ഹേർഡ്, എക്കോ കൃത്യമായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 17.5 മീറ്റർ അവേ. ഈ പറഞ്ഞ റിഫ്ലക്റ്റിംഗ് സർഫസ് മിനിമം ഒരു 17.5 മീറ്റർ അകലത്തിലായിരിക്കണം. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോൾ ചോദിക്കാം എത്ര ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അത് എത്രയാണ്? 17.5 മീറ്റർ ആണ്. യെസ്. ഓക്കെ അല്ലേ മക്കളെ? ബുദ്ധിമുട്ടില്ലല്ലോ അത്? Yes, sir. യെസ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ അടുത്തതായിട്ട് പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത്, ഒരു മിനിറ്റ്, ഇനിയിപ്പോ ഈ എക്കോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഇടയ്ക്ക് ആവശ്യം വരും. നമ്മളോട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്നുവെച്ചാൽ എക്കോയുടെ കേസിൽ അങ്ങനെ ഒരു ഇക്വേഷനും കൂടെ വരുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഇക്വേഷനും കൂടെ ഒന്ന് വേണമെങ്കിൽ നോക്കി വെച്ചോ. അതായത് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ പറഞ്ഞ റിഫ്ലക്റ്റിംഗ് സർഫസുമായിട്ട് ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാം. റിഫ്ലക്റ്റിംഗ് സർഫസുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് d is equal to v into t divided by 2. v into t divided by 2. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും. ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാട്ടോ. യെസ്, ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ എക്കോ ഓഫ് എ ഫയർ ക്രാക്കർ, അതായത് കതില, ഈസ് ഹേർഡ് ആഫ്റ്റർ 1 സെക്കൻഡ് ബൈ എ പേഴ്സൺ ഹു ബേസ്റ്റ് ഇറ്റ്. അതായത് ഈ പറഞ്ഞ ഫയർ ക്രാക്കറിന്റെ എക്കോ 1 സെക്കൻഡിന് ശേഷം കേട്ടു. ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്റ്റീവ് സർഫസ് ഫ്രം ദ പേഴ്സൺ? ഈ റിഫ്ലക്റ്റീവ് സർഫസ് എത്ര ദൂരത്തിലാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാന്ന്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഒന്ന്, ടൈം തന്നിട്ടുണ്ട്. ടൈം എത്രയാണ്? 1 സെക്കൻഡ്. ടൈം തന്നിട്ടുണ്ട് 1 സെക്കൻഡ് ആണ്. ഇനി കൃത്യമായിട്ട് സ്പീഡ് നമുക്ക് തരുന്നുണ്ടാവും. അത് ചിലപ്പം എയറിലോ വാട്ടറിലോ എവിടെ വേണമെങ്കിലും ആകാം. അങ്ങനെ സ്പീഡ് തന്നു, വി ആണത്. സോ വി എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, റിഫ്ലക്റ്റിംഗ് സർഫസുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? d is equal to p into t divided by 2. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. സോ നോക്ക്, v എത്രയാ? 350 ഇൻറ്റു ടി എത്രയാണ്? 1 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2. യെസ്. അപ്പം 350 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 350 തന്നെയാണ്. വിച്ച് മീൻസ് 175 മീറ്റർ എന്നാണ് ആൻസർ കിട്ടുക. Yes, sir. 175 മീറ്റർ എന്നായിരിക്കും ആൻസർ കിട്ടുക. ഇത്രയേ ഉള്ളൂ സംഭവം. സോ എക്കോയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം ഇത്തരത്തിൽ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചേക്കാം. അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണേ. അടുത്തതാണ് റിവർബറേഷൻ. എന്താണ് റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ? സോ നോക്കിയ മക്കളെ, റിവർബറേഷൻ ഈസ് ദ ലിഞ്ചറിങ് ഓഫ് എ സൗണ്ട് ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. എന്താണ്? ഒറിജിനൽ സൗണ്ട് നിന്നതിന് ശേഷം പിന്നെയും ഉണ്ടാകുന്ന ഒരു ലിഞ്ചറിങ് സൗണ്ട്. എന്താണ്? നമ്മുടെ ഒരു മുഴക്കം പോലത്തെ സൗണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിവർബറേഷൻ എന്ന് വിളിക്കുക.
ആൻഡ് റിവർബറേഷന്റെ റീസൺ നമ്മൾ പറഞ്ഞു എക്കോയുടെ കാരണം എന്താണ്? എക്കോയുടെ കാരണം റിഫ്ലക്ഷൻ ആണ്. എക്കോയുടെ കാരണം റിഫ്ലക്ഷൻ ആണ്. എന്നാൽ റിവർബറേഷന്റെ കാരണം എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. എക്കോയുടെ കാരണം എന്താണ്? റിഫ്ലക്ഷൻ ആണ്. എന്നാൽ റിവർബറേഷന്റെ കാരണം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. യെസ്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ബൂം സൗണ്ട് ആണ്. അതിങ്ങനെ പതുക്കെ 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 കുറഞ്ഞു കുറഞ്ഞു വരും. ബൂം സൗണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് പതുക്കെ 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 കുറഞ്ഞു വരുന്ന പോലത്തെ ഒരു സൗണ്ട്, അതാണ്. യെസ്, അതാണ് നമ്മൾ റിവർബറേഷൻ എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ എന്താ എഴുതണ്ടേ? ഇറ്റ് ഈസ് ദ റിവർബറേഷൻ ഈസ് ദ ലിഞ്ചറിങ് ഓഫ് ദ സൗണ്ട്. അതായത് ഒരു സൗണ്ടിന്റെ ലിഞ്ചറിങ് ആണ് ഈവൺ ആഫ്റ്റർ ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. ഒറിജിനൽ സൗണ്ട് തീർന്നതിന് ശേഷം പിന്നെയും ഉണ്ടാവുന്ന ആ ഒരു എന്താണ്? ഒരു മുഴക്കം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിവർബറേഷൻ എന്ന് വിളിക്കുക. റിവർബറേഷൻ ഈസ് ദ ലിഞ്ചറിങ് ഓഫ് എ സൗണ്ട്. ഓക്കെ ആണോ? ചിലപ്പോൾ റിവർബറേഷന്റെ റീസൺ ചോദിക്കും. റിവർബറേഷന്റെ റീസൺ എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. റിവർബറേഷന്റെ റീസൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. ഓർത്ത് വെച്ചേക്കുന്നത്. യെസ്, അപ്പൊ മക്കൾ ഇതാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും ഔട്ട് ഓഫ് 100 എത്ര പെർസെന്റേജ് ഓക്കെ ആയിട്ടുണ്ട് എന്നൊന്ന് വേഗം ചാറ്റ് ബോക്സിൽ ഇടാം എല്ലാവരും. യെസ്, ഓക്കെ, നമുക്ക് വേഗം നിർത്താട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം. കാരണം എനിക്ക് 8:15 വേറെ ക്ലാസ് ഉള്ളതാണ്. അതിന് നമുക്ക് തീർക്കണം. അപ്പൊ നോക്കി മക്കളെ, ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എത്രയാണെന്ന് അറിയോടാ? 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയ്ക്കുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്ന് വെച്ചാൽ 20 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ എന്താണ്? 20,000 ഹെഡ്സിന് മണ്ടയിലുള്ള സൗണ്ടും നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. കേൾക്കുന്നുണ്ടോ? യെസ്, അപ്പം ഇതാണ്ട് 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ്. 20,000 ഹെഡ്സിന് ചിലപ്പോൾ എന്താണ്? നിങ്ങൾക്ക് 20 കിലോ ഹെഡ്സ് എന്ന് വേണമെങ്കിലും തരാം. സോ 20 ഹെഡ്സ് തൊട്ട് 20 കിലോ ഹെഡ്സ് അല്ലെങ്കിൽ 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയുള്ള സൗണ്ട് ആയിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുക. ഇനി നോക്കിയേ, ഈ 20 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ്. 20 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടിനെ നമ്മൾ വിളിക്കുന്നത് എന്തെന്നാണ്? ഇൻഫ്രാസോണിക് സൗണ്ടുകൾ. 20 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടിനെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും, അതേപോലെ തന്നെ 20,000 ഹെഡ്സിന് മണ്ടയിലുള്ള സൗണ്ടിനെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്നും ആയിരിക്കും വിളിക്കുക. 20 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടിനെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20,000 ഹെഡ്സിന് മണ്ടയിലുള്ള സൗണ്ടിനെ അൾട്രാസോണിക് സൗണ്ട് എന്നുമായിരിക്കും വിളിക്കുക. യെസ്, ഇനി നോക്കിയ മക്കളെ, നമ്മുടെ ഡോഗിന്, പട്ടികൾക്ക് എന്താണ്? ഈ പറഞ്ഞ നമ്മൾ കേൾക്കുന്ന എല്ലാ സൗണ്ടും കേൾക്കാം. അതുകൂടാതെ അൾട്രാസോണിക് സൗണ്ടും കേൾക്കാൻ പറ്റും. യെസ്, അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മുടെ എന്താണ്? ഗാൾട്ടൺ വിസിലിനെ ഒക്കെ പറ്റി പറയുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മുടെ പീജൻസിന്റെ കേസ് നോക്കി. പീജൻസിന് ഈ ഇൻഫ്രാസോണിക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പീജൻസിന് ഇൻഫ്രാസോണിക് സൗണ്ട് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ പല ജീവികളുടെ കേസ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന എത്രയാണ്? 20 ഹെഡ്സ് തൊട്ട് 20 കിലോ ഹെഡ്സ് വരെയുള്ള സൗണ്ട് ആയിരിക്കും. അല്ലെങ്കിൽ 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയുള്ള സൗണ്ടാണ് നമുക്ക് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുക. ഇനി 20 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടിനെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20,000 ഹെഡ്സിന് മണ്ടയിലുള്ള സൗണ്ടിനെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്നുമാണ് വിളിക്കുക. അൾട്രാസോണിക് സൗണ്ട് ആർക്കൊക്കെയാണ്? ഈ പട്ടിക്ക്, മീൻസ് ഡോഗുകൾക്ക്, ബാറ്റിന്, ഇവർക്കൊക്കെയാണ് കേൾക്കാൻ പറ്റുക. ഇനി അതേപോലെ തന്നെ എന്താണ്? നമ്മുടെ 20 ഹെർട്സിൽ താഴെയുള്ള എന്താണ്? സെസ്മിക് വേവ് ആണ്. സോറി, ഇൻഫ്രാസോണിക് സൗണ്ട് ആണ്. അതെന്താണ്? മെയിൻ ആയിട്ടും പീജൻസിനൊക്കെ ആയിരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടാവുക. ഒന്ന് നോക്കി വെച്ചേക്കുക. യെസ്, ഇനി അതേപോലെ തന്നെ ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വവ്വല്, അല്ലെ, വാവൽ എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നതും, അതേപോലെ തന്നെ അതിന്റെ ഈ പറഞ്ഞ അതിന്റെ ഇരേനെയൊക്കെ രാത്രി പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. രാത്രി വവ്വല് ട്രാവൽ ചെയ്യുന്നതും അതേപോലെ തന്നെ അതിന്റെ ഇരേനെ പിടിക്കുന്നതും ഒക്കെ എന്താണ്? ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഇനി അതുകൂടാതെ അൾട്രാസോണിക് സൗണ്ടിന് കുറേയധികം യൂസുകളുണ്ട്. ഈ യൂസുകൾ നമ്മൾ പഠിക്കണം. നോക്കിക്കേ, ഓരോ യൂസും കൃത്യമായിട്ടും പഠിക്കുക. ഒന്ന്, ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ കിഡ്നി. കിഡ്നിയിലുള്ള കുഞ്ഞി കല്ലൊക്കെ പൊട്ടിച്ച് കളയാൻ. ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ കിഡ്നി. കിഡ്നിയിലുള്ള ചെറിയ കല്ലൊക്കെ പൊട്ടിച്ചു കളയാൻ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കാം. കിഡ്നിയിലുള്ള കുഞ്ഞി കല്ലൊക്കെ പൊട്ടിച്ചു കളയാൻ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കാം.
യെസ്. ഇനിയോ ഇൻ ഫിസിയോതെറാപ്പിയിൽ നമ്മൾ ഈ പറഞ്ഞ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച് കുറെ ചികിത്സ ഫിസിയോതെറാപ്പിയിൽ വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് അൾട്രാസോണോഗ്രഫി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അൾട്രാസോണോഗ്രഫി എന്താണെന്നറിയോ? നമ്മുടെ ഇന്റേണൽ ഓർഗൻ, കിഡ്നി, ലിവർ, ഗാൾ ബ്ലാഡർ, യൂട്രസ്, ഇതിന്റെയൊക്കെ ഇമേജസ് എടുക്കാൻ വേണ്ടി അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. ഇമ്പോർട്ടന്റ് ആണ് യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട്. എന്താണ്? നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ ലിവർ, ഗാൾ ബ്ലാഡർ, യൂട്രസ്, ഇതിന്റെയൊക്കെ ഇമേജസ്, ഇങ്ങനെയുള്ള ഇന്റേണൽ ഓർഗനുകളുടെയൊക്കെ ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ടെക്നിക്കിനെ വിളിക്കുന്നത് എന്തെന്നാണ്? അൾട്രാസോണോഗ്രഫി എന്നാണ്. ആ ഒരു ടെക്നിക്കിനെ വിളിക്കുന്നത് അൾട്രാസോണോഗ്രഫി എന്നാണ്. ഇനി ഫോർ ക്ലീനിങ് സ്പൈറൽ ട്യൂബ്. ഈ സ്പൈറൽ ആയിട്ടുള്ള ട്യൂബുകളൊന്നും നമുക്ക് ഈ പറഞ്ഞ ഉരച്ച് പിടിച്ച് കഴുകാനൊന്നും പറ്റില്ല. ഈ സ്പൈറൽ ആയിട്ടുള്ള ട്യൂബൊന്നും നമുക്ക് ഉരച്ചും പിടിച്ചൊന്നും കഴുകാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്പൈറൽ ട്യൂബുകൾ ക്ലീൻ ചെയ്യാൻ, ഇനി ഇറഗുലർ ആയിട്ടുള്ള മെഷീൻ പാർട്ടുകളൊക്കെ ക്ലീൻ ചെയ്യാൻ, ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യാം. യെസ്. ഇനിയോ അതുകൂടാതെ നമ്മുടെ സോണാർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിനടിയിലുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഇല്ലേ, അണ്ടർ വാട്ടർ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, Yes, sir. യെസ്. അപ്പം ഈ പറഞ്ഞ അണ്ടർ വാട്ടർ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതിന്റെയൊക്കെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ഈ പറഞ്ഞ സോണാർ എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ സോണാർ അതും എന്താണ്? അൾട്രാസോണിക് സൗണ്ടാണ് യൂസ് ചെയ്യുക. അപ്പം ഈ ഓരോ കാര്യങ്ങളും മക്കളെ കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. ഓരോ കാര്യങ്ങളും പഠിച്ചിരിക്കണം. ഒന്ന്, നമ്മുടെ കിഡ്നിയിലുള്ള സ്റ്റോൺ, ചെറിയ ചെറിയ സ്റ്റോണുകളൊക്കെ എന്ത് ചെയ്യാൻ? ഈ പറഞ്ഞ ക്രഷ് ചെയ്യാൻ. അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കിഡ്നി, അതേപോലെ ലിവർ, ഗാൾ ബ്ലാഡർ, യൂട്രസ് പോലെയുള്ള ഇന്റേണൽ ഓർഗൻസ്, ഈ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഇമേജസ് എടുക്കാൻ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? അൾട്രാസോണോഗ്രഫി എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത് നോക്ക്, ഫോർ ക്ലീനിങ് സ്പൈറൽ ട്യൂബ്, ഇറഗുലർ മെഷീൻ പാർട്ട്, ഇലക്ട്രോണിക് കമ്പോണൻസ്. എന്താണ്? സ്പൈറൽ ട്യൂബും ഇറഗുലർ ആയിട്ടുള്ള മെഷീൻ പാർട്സും ഇലക്ട്രോണിക് കമ്പോണൻസിനെ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ സോണാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അണ്ടർ വാട്ടർ, വെള്ളത്തിന്റെ അടിയിലുള്ള അണ്ടർ വാട്ടർ ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ ഒക്കെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ പറഞ്ഞ സോണാർ എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെയാണ് അൾട്രാസോണിക് സൗണ്ടിന്റെ യൂസുകൾ വരിക. യെസ്. മുന്നോട്ടേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ, സെസ്മിക് വേവ്സ് ആൻഡ് സുനാമി. ലാസ്റ്റത്തേക്കുള്ള ടോപ്പിക്കാണ് കേട്ടോ. സെസ്മിക് വേവും അതേപോലെ തന്നെ സുനാമി. അപ്പൊ വേറെന്താ നോക്ക്, സെസ്മിക് വേവ് ആർ ദോസ് ട്രാവൽ ത്രൂ എർത്ത് ക്രസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് ക്വേക്ക്, വോൾക്കാനിക് ഇറപ്ഷൻ, മാസീവ് എക്സ്പ്ലോഷൻ. എന്ന് പറഞ്ഞ എന്താണ്? അതായത് നമ്മുടെ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ, ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടാകുമ്പോൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലോഷൻസ്, പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവുകളാണ് എന്ത്? സെസ്മിക് വേവ്. പഠിക്കണം. സെസ്മിക് വേവ്സ് ആർ ദോസ് വിച്ച് ട്രാവൽ ത്രൂ എർത്ത് ക്രസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് ക്വേക്ക്, വോൾക്കാനിക് ഇറപ്ഷൻ, അതേപോലെ തന്നെ മാസീവ് എക്സ്പ്ലോഷൻ. ഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലോഷൻ ഉണ്ടാകുമ്പോൾ, എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ, വോൾക്കാനിക് എറപ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എർത്തിന്റെ ക്രസ്റ്റിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവിനെയാണ് സെസ്മിക് വേവ് എന്ന് വിളിക്കുക. ഇനി ഈ സെസ്മിക് വേവുകളെ പറ്റിയിട്ടുള്ള പഠനമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സിസ്മോളജി എന്നാണ് വിളിക്കുക. സിസ്മോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെസ്മിക് വേവ്. ഓക്കെ, യെസ്, അത് പഠിച്ചു വെച്ചേക്കാം. അതേപോലെ തന്നെ നമ്മുടെ എർത്ത് ക്വേക്കിന്റെ ഒക്കെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന ഒരു സ്കെയിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എന്താണത്? ഒരു മിനിറ്റ്. യെസ് മകളെ, ഈ എർത്ത് ക്വേക്കിന്റെ ഇന്റൻസിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്ത സ്കെയിൽ എന്താ? അറിയാം ആർക്കെങ്കിലും? എന്താണ്? റിക്ടർ സ്കെയിൽ. നമ്മൾ എന്ത് ചെയ്യുക? എർത്ത് ക്വേക്കിന്റെ ഒക്കെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുക. അപ്പം ഈ പോയിന്റുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് നോക്കി വെച്ചേക്കുക.
എർത്ത് ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന സ്കെയിൽ എന്നാണ് റിക്ടർ സ്കെയിൽ ആണ്. അതേപോലെ തന്നെ സെസ്മിക് വേവുകളെ പറ്റി പഠിക്കുന്ന ആ ഒരു സ്റ്റഡി എന്താണ് സീസ്മോളജി ആണ് വരിക, സീസ്മോളജി. യെസ്. ഇനി എന്താണ് അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ പറഞ്ഞ പോലെ സെസ്മിക് വേവ് എന്നുള്ള കാര്യം നോക്കി വെച്ചേക്കാം. ഇനി സുനാമി എന്താണ്? സുനാമി earthquake that occur at bottom of oceans or along coastal area can sometimes trigger tsunami wave. എന്താണ് മക്കളെ? ഈ കടലിന്റെ സമുദ്രത്തിന്റെ അടിയിൽ ഉണ്ടാവുന്ന ഭൂമികുലുക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ കോസ്റ്റൽ ഏരിയാസിൽ ഉണ്ടാവുന്ന ഈ ഭൂമികുലുക്കം ഒക്കെ എന്താണ് ചിലപ്പം സുനാമി വേവുകളെ ട്രിഗർ ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെ എന്താണ് ചിലപ്പോൾ സുനാമി വേവുകളെ ട്രിഗർ ചെയ്യാം. എന്നുവെച്ചാൽ എന്താണ് ഓഷ്യൻസിന്റെ അടിയിൽ സമുദ്രത്തിന്റെ അടിയിൽ നടക്കുന്ന അടിയിൽ ഉണ്ടാവുന്ന എർത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോസ്റ്റൽ ഏരിയയിൽ ഉണ്ടാകുന്ന എർത്ത് ഒക്കെ എന്താണ് ചിലപ്പോൾ സുനാമി വേവുകളെ ട്രിഗർ ചെയ്യാം. ഇനി സുനാമി ഈസ് എ സീരീസ് ഓഫ് gigantic ocean wave caused by displacement of large volumes of water in the sea. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ സുനാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സീരീസ് ഓഫ് gigantic ocean wave എന്ന് വെച്ചാൽ എന്താണ് ഭയങ്കര വലിയ തിരമാലകൾ ഇന്ന് ആഞ്ഞടിക്കുകയാണ്. എന്ത് കാരണം? കോസ്ഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലാർജ് വോളിയൂംസ് ഓഫ് വാട്ടർ ഇൻ ദ സീ. സീയിൽ ഭയങ്കര വോളിയത്തിൽ ഈ പറഞ്ഞ വാട്ടറിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് കാരണം അങ്ങനെ ഉണ്ടാകുന്ന വലിയ ജൈജാന്റിക് ആയിട്ടുള്ള ഓഷ്യൻ വേവിനെയാണ് നമ്മൾ സുനാമി എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ സുനാമി എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കുക. യെസ്, ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ ആണോ അത്? യെസ്, ഓക്കെ. യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മക്കളെ എല്ലാവർക്കും ഔട്ട് ഓഫ് 100 എത്ര പെർസെന്റേജ് ഓക്കെ ആയിരുന്നു ചാറ്റ് ബോക്സിലേക്ക് ഇട്ടേ. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഇതാണ് വാട്ട് ആർ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് സുനാമി. അങ്ങനെ കുറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് സുനാമിയുടെ സമയത്ത് അല്ലെങ്കിൽ സുനാമിയിൽ അകപ്പെട്ടാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. പക്ഷെ എന്താണ് പെട്ടെന്ന് ആ ഒരു സുനാമി വരാൻ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ ഒരു ഭാഗത്തുനിന്ന് മാറാൻ നോക്കുക. മീൻസ് നമ്മുടെ ജീവനാണ് ഇമ്പോർട്ടന്റ്, അല്ലാതെ ഈ സാധനങ്ങളും പെറുക്കി കെട്ടിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്, പെട്ടെന്ന് അവിടെ നിന്ന് മാറുക. ഇനി അതേപോലെ തന്നെ സുനാമിയിൽ അഥവാ പെട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒഴുകി നടക്കുന്ന പോലത്തെ മീൻസ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ എന്തെങ്കിലും സാധനത്തിൽ പിടിച്ച് കയറി നിൽക്കാനായിട്ട് നോക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഇത്രയുമാണ് മക്കളെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. സോ ഒറ്റ ക്ലാസ്സിൽ ഒറ്റ വൺ ഷോട്ട് ആയിട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാപ്റ്റർ തീർത്തിട്ടുണ്ട്. കുറച്ച് സ്പീഡിലാണ് നമ്മൾ പോയിട്ടുള്ളത്, എങ്കിലും മക്കളെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം നമ്മൾ ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ ഒക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പോ ഓക്കെ ആയോ? ഈ പാഠം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടോ എല്ലാവർക്കും? ചാപ്റ്റർ ഏകദേശം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓൾറെഡി എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ എക്സാംസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിന്റെ ലെറ്റസ് ആസസ് ക്വസ്റ്റ്യൻ ഓക്കെ അതും കൂടി ഒന്ന് ചെയ്തു നോക്കണം. അതിന്റെ റെക്കോർഡ് ക്ലാസ്സും അതേപോലെ തന്നെ അതിന്റെ നോട്ടും ഞാൻ ഇതാണ്ട് ഇപ്പൊ ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ട്. യെസ്. അപ്പൊ ഇപ്പൊ തന്നെ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് കൂടുക. അത് കൂടിയിട്ട് അതും കൂടി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒന്ന് സെറ്റ് ആവും. അവിടുത്തെ ആ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുക. ഓൾറെഡി നമ്മൾ ആ ക്ലാസ് എടുത്തതാണ്. അത് കൂടിയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണ്ട, വീണ്ടും കൂട്ടണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ ആ നോട്ട്സ് വെച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതുകൂടെ ചെയ്ത് നാളെ രാവിലെ ഈ ചാപ്റ്ററിന്റെ എക്സാം. നാളെ ആർക്കും സ്കൂളിൽ പഠിത്തമില്ലല്ലോ. അപ്പൊ നമുക്കൊരു 10 മണിക്ക് എക്സാം ഇടാന്ന് വിചാരിക്കണം. അപ്പൊ ബുദ്ധിമുട്ടുണ്ടാവില്ല. രാവിലെ എണീറ്റ് മൊത്തം ഒരു വട്ടം കൂടെ പഠിക്കുക. ആദ്യം തൊട്ട് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ എക്സാം ഇടുന്നുണ്ട്. ഓക്കെ അല്ലേ? എന്തോ ഓൺലൈൻ ആയിട്ടാണ് എക്സാം? യെസ്, ഓൺലൈൻ